കൂടാതെ കേരള സർവകലാശാല അംഗീകൃതമായ ഏറ്റവും എയ്ഡഡ് കോളേജുകളിൽ എന്നിവ വിശേഷണങ്ങളാണ്. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മുടെ കലാലയത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നായ കൊമേഴ്സ് വിഭാഗവും മീറ്റ് ദ എന്റർപ്രണറിലൂടെ അണിചേരുകയാണ്. മീറ്റ് ദ എന്റർപ്രണർ വെബിനാർ സീരീസിന്റെ 6ാം അധ്യായത്തിൽ നമ്മളുമായി സംവദിക്കുവാൻ എത്തിയിരിക്കുന്നത് ജിടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായ ശ്രീ മെഹറൂഫ് ഐ മണലോടി സാറാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഈ ചടങ്ങ് ആരംഭിക്കാം. അതിനായി ബികോം വിദ്യാർത്ഥിനി ദേവിപ്രിയയെ ക്ഷണിക്കുന്നു. കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേഘയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഹൃദയരാഗതന്ത്രിമേറ്റി ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞുവീടിനുൾത്തടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമേശ്വരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രിമേറ്റി ഈ ചടങ്ങിന് സ്വാഗതം അർപ്പിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകനും കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ വിനീചന്ദ്രൻ സാറിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. Most respected Chief Guest Maruf sir, College Manager Krishnomur sir, Principal Unnikrishnapulla sir, Vice Principal Krishnanamburi sir, മറ്റ് അധ്യാപകരെ, സ്നേഹമുള്ള കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ആലപ്പുഴ ST കോളേജ് അതിൻ്റെ 75ാം വർഷം ആഘോഷിക്കുകയാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ സ്വന്തം കലാലയം സനാതന ധർമ്മ കോളേജ്. ഈ കോളേജിനോടൊപ്പം വളർന്നു വന്ന ഏറ്റവും മഹത്തായ ഒരു ഡിപ്പാർട്ട്മെന്റാണ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഇന്ന് റിസർച്ച് സെന്റർ എന്ന പദവി നേടി കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗവേഷണ കേന്ദ്രം കൂടിയാണ് നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ST കോളേജിൽ നടക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളിലൂടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റും പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ നടത്തി വരികയാണ്. ഞങ്ങളുടെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായ, ഏറ്റവും നൂതനമായ, ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമാണ് മീറ്റ് ദി ഓൺട്രപ്രണർ എന്ന് പറയുന്ന ഈ ഒരു വെബിനാർ സീരീസ്. വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ബിസിനസ്മാൻ, ഓൺട്രപ്രണേഴ്സ് നമ്മളോടൊപ്പം സംസാരിക്കാൻ ഇവിടെ എത്തുന്നു. 5 പേര് നമ്മളുമായിട്ട് സംവദിച്ചു കഴിഞ്ഞു. ഇന്ന് ടോപ്പ് 6ലേക്ക് നമുക്ക് പുതിയ ഒരു അതിഥി കൂടി എത്തിയിരിക്കുന്നു, മറൂഫ് സാർ. എൻ്റെ കർത്തവ്യം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. അതിനുമുമ്പ് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കടക്കാം. പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ട് നമ്മുടെ ST കോളേജ് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ പ്രോഗ്രാമിലും എല്ലാ പേരും പങ്കെടുക്കുക. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഒരു മീറ്റ് ദ ഓൺട്രപ്രണർ എന്ന് പറയുന്ന ഈ ഒരു വെബിനാർ സീരീസിലേക്കുള്ള എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. സോ ആദ്യമായിട്ട് വെൽക്കം ചെയ്യാനുള്ളത് ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ശ്രീ മെഹറൂഫ് ഐ മണലോടി സാറിനെയാണ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2001 കാലിക്കറ്റ് എന്ന് പറയുന്ന ചെറിയൊരു സിറ്റി, ആ സിറ്റിയിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് തുടങ്ങി
കേരളത്തിലുടനീളം, കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്ത്, ലോക രാജ്യങ്ങൾ ഏകദേശം 17, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 17 രാജ്യങ്ങളിൽ ഇന്ന് അത് പടർന്ന് പന്തലിച്ച് നടക്കുന്നു. കേരളത്തിന് അഭിമാനമാണ്, മലയാളികൾക്ക് അഭിമാനമാണ്. ഒരു യഥാർത്ഥ ഓൺട്രപ്രണറിന്റെ വിഷനാണ് അദ്ദേഹത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം സാധാരണ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം ഒരു സ്ഥലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറച്ച് ആ ഒരു ഏരിയ അല്ലെങ്കിൽ മാക്സിമം കേരളം വരെയൊക്കെ ഡെവലപ്പ് ചെയ്ത് പോകാറുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ഞങ്ങൾക്ക് കോർപ്പറേറ്റ് ഓഫീസ് സിംഗപ്പൂർ വരെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കേരളത്തിലുള്ള ഒരു സ്ഥാപനത്തിന് കോർപ്പറേറ്റ് ഓഫീസ് സിംഗപ്പൂർ വരിക, ഷാർജ, മലേഷ്യ, USA, ഈവൻ ആഫ്രിക്ക, അങ്ങനെ പല, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് അതിനെ പടർന്ന് പന്തിരിപ്പിക്കുക. ഇതൊരു ചെറിയ കാര്യമല്ല. ഒരു 20 വർഷത്തെ ജേണി, എനിക്ക് തോന്നുന്നു 2021 ആകുമ്പോൾ 20 വർഷം തികയ്ക്കുകയാണ് ജിടെക്. ആ 20 വർഷത്തെ ജേണിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മനുഷ്യന്റെ വിയർപ്പിന്റെ ഫലമാണ് ഈ പറയുന്ന ജിടെക് എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനം. ആ വിയർപ്പിന്റെ ഉടമ മറ്റാരുമല്ല, മെഹ്റൂഫ് ഐ മണലൂട്ടി സാറാണ്, ഞങ്ങളുടെ സ്വന്തം മെഹ്റൂഫ് ജി. അദ്ദേഹത്തിനോടൊപ്പം ഒരു 5 വർഷം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ. ഏറെ വൈകാരികമായിട്ടാണ് അദ്ദേഹത്തിന് ഞാൻ നിങ്ങളിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം 5 വർഷം അദ്ദേഹത്തിനോടൊപ്പം എനിക്ക് നിൽക്കാൻ സാധിച്ചു. 2008 മുതൽ 2013 ST കോളേജിൽ ജോയിൻ ചെയ്യുന്നവരെ ഞാനും ഒരു ഡയറക്ടറായിരുന്നു. ഒരു ആൾക്ക് ജോലി കൊടുക്കുക എന്ന് പറയുന്ന ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കാര്യമാണ്. കാരണം ഒരാൾക്ക് ജോലി കൊടുത്താൽ അദ്ദേഹം നന്നാവും, അദ്ദേഹത്തിന്റെ കുടുംബവും നന്നാവും. അങ്ങനെ ജോലി കൊടുക്കുക മാത്രമല്ല, ഒരുപാട് പേരെ തന്നോടൊപ്പം ചേർത്ത് നിർത്തി ബിസിനസ്മാനാക്കി മാറ്റുക എന്ന് പറയുന്നത് അതിലും വലിയ കാര്യമാണ്. 500ഓളം ബിസിനസ്മാൻമാരെ ഡെവലപ്പ് ചെയ്തെടുത്ത, 500ഓളം ഓൺട്രപ്രണേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുത്ത, 500ഓളം പേരെ ബിസിനസ് ചെയ്യാൻ പഠിപ്പിച്ച ഒരു മഹത് വ്യക്തിയാണ് മെഹ്റൂഫ് ജി. അതിലൊരാളായിരുന്നു ഞാനും ഒരു സെന്ററിന്റെ ഡയറക്ടറായിരുന്നു. ആ 5 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ മോട്ടിവേറ്റർ, ഏറ്റവും വലിയ സപ്പോർട്ടർ ആണ് ശ്രീ മെഹ്റൂഫ് ജി. ഞങ്ങൾ വർഷത്തിൽ 2-3 ടൈംസ് ഞങ്ങൾ കാലിക്കട്ട് മീറ്റിങ്ങിന് പോകാറുണ്ട്. ഈ മീറ്റിങ്ങിന് പോകണമെങ്കിൽ അല്ലെങ്കിൽ പോകാനുള്ള റീസൺ എന്തെന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ, അത് മെഹ്റൂഫ് ജിയെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. വേറെ ഒന്നുമല്ല. നമ്മൾ പോകുമ്പോൾ എന്താ പറയുക, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ബിസിനസ്സിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ കുട്ടികളെ കിട്ടാതിരിക്കുക, ഫീസ് കളക്ട് ചെയ്യാൻ പറ്റാതിരിക്കുക, പിന്നെ പുതിയ അപ്ഡേഷൻസ് കിട്ടാതിരിക്കുക, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ഈ പ്രോബ്ലംസ് എല്ലാം നമ്മൾ കൊണ്ടിറക്കി വെക്കുന്നത് മെഹ്റൂഫ് സാറിന്റെ ഈ ഒരു മീറ്റിങ്ങിലാണ്. സാറിനെ കാണുന്നു, സാർ അവിടെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യുന്നു. തിരിച്ചു വരുമ്പോൾ ഒരു 100ഓളം ഐഡിയകളായിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ സെന്റേഴ്സിലേക്ക് എത്തുന്നു, ഞങ്ങളുടെ പ്രാബല്യത്തിൽ എത്തുന്നു, സക്സസിലേക്ക് പോകും. ഇത്രയും വർഷമായിട്ട് ഒരു കേടുപാട് പോലും സംഭവിക്കാതെ, ആലോചിച്ച് നോക്കുക. ജിടെക് എന്ന് പറയുന്ന ബ്രാൻഡ്, നമുക്ക് ആ ജി കാണുമ്പോൾ എനിക്കിപ്പോഴും, ഞാൻ 8 വർഷമായി അതിൽ നിന്ന് ഇറങ്ങിയിട്ടെങ്കിലും എനിക്കിപ്പോഴും അത് കാണുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ്. ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ പുറകിൽ ഉള്ള കരങ്ങള് മെഹ്റൂഫ് ജിയുടെ തന്നെയാണ്. നമ്മുടെ 5 ടോക്ക് ഇവിടെ കഴിഞ്ഞു. 5 പേരും അവരുടെ പല പ്രശ്നങ്ങൾ പറഞ്ഞു, അല്ലെ? ജിടെക് എന്താണ് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രോബ്ലംസ്. അദ്ദേഹത്തെ മെഹ്റൂഫ് ജി അടുത്ത് നിന്ന് കണ്ട ആളെന്നുള്ള നിലയിൽ അദ്ദേഹം ഒരുപാട് പ്രോബ്ലംസ് അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പ്രോബ്ലംസ് എല്ലാം ഞങ്ങളെപ്പോലെ ഡയറക്ടേഴ്സിനെ കാണുമ്പോൾ അദ്ദേഹം മറക്കാറുണ്ട്, ഞങ്ങളോടൊപ്പം ചിരിച്ച്. അദ്ദേഹം എപ്പോഴും പറയുന്ന വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഉഷാറല്ലേ എന്നുള്ളതാണ്. അതെനിക്ക് ലൈഫിൽ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. എന്ത് വലിയ പ്രോബ്ലം അദ്ദേഹം ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്ര വലിയ പ്രോബ്ലംസ് ഒക്കെ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ ലൈഫിനെ ബാധിച്ചിട്ടില്ല, ഫാമിലിയെ ബാധിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലുള്ള ഡയറക്ടേഴ്സിന് പോലും ആ പ്രഷർ അദ്ദേഹം തന്നില്ല. അങ്ങനെയുള്ള ഒരു മഹത് വ്യക്തിയാണ് മെഹ്റൂഫ് ജി. അപ്പം ഞാൻ ഇത്രയും വൈകാരികമായിട്ട് പറയാനുള്ള റീസൺ, അദ്ദേഹത്തെ അത്രയ്ക്ക് അടുത്തറിയാം. ഞാൻ അദ്ദേഹത്തിന്റെ അസോസിയേഷൻ വിട്ടിട്ട് 8 വർഷമായി. കാരണം 8 വർഷമായിട്ടും ഇപ്പോഴും ആ ഒരു ബന്ധം നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ അദ്ദേഹത്തിൽ കണ്ട 1-2 ക്വാളിറ്റീസ് കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇതിലേക്ക് വരാം. ഈ 500 അല്ലെങ്കിൽ 600ഓളം ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിലും ഈ 600 ഡയറക്ടേഴ്സിന്റെ പേര്, ഈ 600 ഡയറക്ടേഴ്സിന്റെ സെന്റർ, അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് ഇപ്പൊ ചോദിച്ചാൽ സാറിന് പറയാൻ സാധിക്കും. കാരണം ഈ ഡയറക്ടേഴ്സ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഏകദേശം 400ഓളം പേര് വരുന്ന ഒരു മീറ്റിംഗിൽ ഓരോരുത്തരുടെയും പേരെടുത്ത് വിളിച്ച് അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയാൻ സാധിക്കും. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഒരു MD ആയിട്ടിരിക്കുന്ന ഒരാള് വെറും പണം മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ടല്ല. അദ്ദേഹം ആ 500 ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ 500 ഡയറക്ടേഴ്സിനോടൊപ്പമാണ്.
500 ഡയറക്ടേഴ്സിനെയും ഒപ്പം നിർത്താനുള്ള അദ്ദേഹത്തിന്റെ വലിയ മനസ്സ് കാരണമാണ് അദ്ദേഹത്തിന് ഓരോരുത്തരുടെ പേര്, അദ്ദേഹത്തിന് ഓരോരുത്തരുടെ കുടുംബത്തെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചത്. 20 വർഷത്തെ ഈ മഹത്തായ ജേണിയിൽ അദ്ദേഹത്തിന്റെ തിരക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് എന്റെ കുട്ടികളോടൊപ്പം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് വന്നതിലുള്ള സന്തോഷം പ്രത്യേകം രേഖപ്പെടുത്തുന്നു. അപ്പൊ ഏറെ അഭിമാനത്തോടു കൂടിയിട്ട് നമ്മുടെ ജിടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അപ്പൊ ആലോചിക്കുക, ഇതൊരു ചെറിയ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ നിന്ന് മാറി ഇന്ന് എത്തി നിൽക്കുന്നത് ജിടെക് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറയുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ആൾക്കാർ വരിക, ഡിഗ്രി പഠിക്കാനായിട്ട് ആൾക്കാർ വരിക. എന്നിട്ട് ആ കമ്പ്യൂട്ടർ സെന്ററിലെ വിദ്യാർത്ഥികൾക്ക് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് കൊടുക്കുക. IIB തുടങ്ങിയിട്ടുള്ള, മൈക്രോസോഫ്റ്റ് തുടങ്ങിയിട്ടുള്ള വമ്പൻ കോർപ്പറേറ്റ്സുകളുടെ സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക. ഇതൊന്നും ചെറിയ കാര്യമല്ല. ഞങ്ങളുടെ കുട്ടികൾക്കും ഇപ്പൊ എന്റെ സെന്ററിൽ പഠിച്ച കുട്ടികൾ പോലും ഇന്ത്യയുടെ പല ഭാഗത്തും, ഇന്ത്യക്ക് പുറത്തും പല രാജ്യങ്ങളിലും വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സോ ഏറെ സന്തോഷത്തോടു കൂടിയിട്ട്, ഏറെ അഭിമാനത്തോടു കൂടിയിട്ട് ജിടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള മെഹ്റൂഫ് മണലോടി സാറിനെ, ഞങ്ങളുടെ സ്വന്തം മെഹ്റൂജിയെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ മീറ്റ് ദ ഓൺട്രപ്രണർ സീരീസിന്റെ ടോപ്പ് 6 സ്പീച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, വെൽക്കം സർ. Thank you very much, Vineet. Thank you so much. നെക്സ്റ്റ് നമ്മുടെ കോളേജിന്റെ മാനേജർ പി കിഷോമ സർ, ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളോടൊപ്പമുള്ള അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ട്. മാനേജർ കിഷോമ സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഉണ്ണികൃഷ്ണപിള്ള സാർ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളോടൊപ്പം സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തെയും ഈ മീറ്റ് ദ ഓൺട്രപ്രണർ സീരീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈസ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള കൃഷ്ണൻ നമ്പൂരി സാറിനെയും IQC കോർഡിനേറ്ററുള്ള പരമേശ്വരൻ സാർ, പ്ലാറ്റിനം ജൂബിലി കോർഡിനേറ്റർ ആയിട്ടുള്ള നാഗേന്ദ്ര പ്രഭു സാർ, പിന്നെ കോളേജിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ്സ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ്, ഞങ്ങളുടെ കോളേജ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് കൃഷ്ണൻ സാർ, എന്റെ ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് സഹ അധ്യാപകർ, മറ്റ് കോളേജിൽ നിന്ന്, നമ്മുടെ ST കോളേജിൽ നിന്നല്ല മറ്റു കോളേജിൽ നിന്നുള്ള കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് കോളേജിലെ ടീച്ചേഴ്സ്, നമ്മുടെ മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പേഴ്സ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ പേരെയും ഞാൻ ഒറ്റ വാക്കിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇത് വീക്ഷിക്കാൻ എത്തിയിരിക്കുന്ന ഞങ്ങളുടെ ST കോളേജിലെ ഞങ്ങളുടെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള അഭിമാനമാണ് ഞങ്ങളുടെ കുട്ടികൾ എന്ന് പറയുന്നത്. അവരാണ് അടുത്ത തലമുറ വാർത്തെടുക്കേണ്ടത്. അവരാണ് പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങേണ്ടത്. നമുക്ക് ഏറ്റവും പ്രചോദനം ആക്കി മാറ്റാൻ പറ്റുന്ന ഒരാളെ തന്നെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത്. കാരണം ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങി വലിയ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മുടെ ഒരു ബിസിനസിനെ വളർത്താൻ സാധിക്കുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മെഹ്റൂബ് ജി. നിങ്ങൾ കേൾക്കുക, സാറിന്റെ വാക്കുകൾ കേൾക്കുക, പഠിക്കുക, നിങ്ങളത് ഉൾക്കൊള്ളാൻ കഴിയുന്നതൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അത് ഉൾക്കൊള്ളാനായിട്ട് എത്തിയിരിക്കുന്ന എല്ലാ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി വിനീത്. തന്റെ സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങിനെ ധന്യമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട അതിഥി, അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. Mr. Mehroof Manalodi, Chairman and Managing Director of GTech Education, a multifaceted dynamic youth and an avid IT enthusiast who transformed the lives of millions of youth in the country through his 25 years of experience in the field of information technology. Many awards have been conferred on him for his outstanding contributions to IT. Winner of 5-time Best Center in the World for IAB, International Association for Bookkeepers, UK. Big Kerala Award in the field of education. Brand Icon Award for 2016 by Times of India Group. Active social worker for supporting the underprivileged in the society and has been holding key posts in many of the enterprising organizations. The most dynamic and the trendsetter in IT education, Mr. Mehroof Manalodi, Chairman and Managing Director, GTech Group of Institutions. ഇനി മെഹറൂഫ് സാറിനെ കുറിച്ച് നമുക്ക് ഏവർക്കുമായി പരിചയപ്പെടുത്തുവാനായി BCom വിദ്യാർത്ഥിനി അഞ്ജനയെ ക്ഷണിക്കുന്നു.
മെഹ്റൂഫ് ഐ മനലോദി IT ഡൊമെയിനിലെ ഒരു വിഷണറി എഡ്യൂക്കേറ്റർ. കോഴിക്കോട്ടെ ഒരു ബിസിനസ് കുടുംബത്തിൽ നിന്നുള്ള മെഹ്റൂഫ് മനലോദി ഇന്ത്യയിലെ ഏറ്റവും വലിയ IT പരിശീലന സ്ഥാപനമായ ജിടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ശൃംഖലയുടെ തലവനാണ്. ഇന്ത്യയിലും വിദേശത്തുമായി 500-ലധികം ഫ്രാഞ്ചൈസികളുണ്ട്. ജിടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ 2015 സർട്ടിഫൈഡ് IT പരിശീലനവും വിദ്യാഭ്യാസ ദാതാക്കളും സിംഗപ്പൂരിലെ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് അന്താരാഷ്ട്ര പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. വിദ്യാർത്ഥികൾ അവരുടെ ഭാവി കരിയർ ഉണ്ടാക്കുന്നതിനുള്ള മൂല്യവർധന എന്ന നിലയിൽ ജിടെക്കിനെ വിദ്യാഭ്യാസ ലോകത്തിന് അറിയാവുന്നതും മൂല്യവത്തായതുമായ ഒരു സംഘടനയാക്കി. ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥി ജനസംഖ്യയ്ക്ക് പ്രയോജനകരമാകുന്ന അസാധാരണമായ ഉന്നതവും മൂല്യവത്തായതുമായ അസോസിയേഷനുകൾക്കും സർട്ടിഫിക്കേഷനുകൾക്കുമായി ജിടെക് എപ്പോഴും പ്രതീക്ഷിക്കുന്നു. 2001 സ്ഥാപിതമായ ജിടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 19-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ ശൃംഖലയാണ്. ഇതുവരെ 1.6 മില്യൺ സ്റ്റുഡൻസ് ഇവിടെ നിന്നും പഠിച്ചിറങ്ങി. 19 രാജ്യങ്ങളിൽ 578-ൽ പരം സെന്റേഴ്സ് പ്രവർത്തിക്കുകയും അതിൽ 3100 സ്റ്റാഫ് മെമ്പേഴ്സിന് ജോലി നൽകുകയും ചെയ്തു. മൈക്രോസോഫ്റ്റ്, അഡോബ്, സിപ്പ്, ഓട്ടോഡെസ്ക്, IIBI, ICCI തുടങ്ങിയ പ്രമുഖ IT ഭീമന്മാരിൽ നിന്നുള്ള സർട്ടിഫിക്കേഷനുകൾ ജിടെക് വാഗ്ദാനം ചെയ്യുന്നു. ജിടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ തലപ്പത്ത് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി ശ്രീ മെഹ്റൂഫ് മനലോദി പ്രവർത്തിക്കുന്നു. അദ്ദേഹം നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ ചെയർമാനും അസോസിയേഷൻ ഓഫ് വൊക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ ഇന്ത്യയുടെ പ്രസിഡന്റും വേൾഡ് മലയാളി കൗൺസിൽ ഓഫ് മലബാർ പ്രോവിൻസിന്റെ പ്രസിഡന്റും മനലോദി കുടുംബ സമിതിയുടെ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. 2012-ൽ പ്രവാസി ഭാരതി ഉദ്योग പത്ര അവാർഡ്, 2011-12 റൊട്ടേറി സ്മാർട്ട് സിറ്റി അവാർഡ്, 2012 തന്നെ ട്രാവൻകൂർ അവാർഡ് ഫോർ എക്സലന്റ് അച്ചീവ്മെന്റ് ഇൻ ITയും കേരള വ്യാപാരി ഏകോപന സമിതി അവാർഡും ലഭിച്ചു. പ്രായഭേദമന്യേ എല്ലാവർക്കും വിവരസാങ്കേതിക വിദ്യാഭ്യാസം നേടിക്കൊടുക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെയധികം പ്രശംസനീയമാണ്. കേരളത്തിന്റെ വിവരസാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകളിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്നതാണ്. കൂടാതെ സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നയാളാണ് ശ്രീ മെഹ്റൂഫ് ഐ മനലോദി. നന്ദി അഞ്ജന. ഇനി നമ്മൾ ഏവരും കാത്തിരുന്ന മുഹൂർത്തം എത്തുകയായി. തന്റെ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മെ അറിവിന്റെയും ചിന്തയുടെയും പുതിയ തീരങ്ങളിലേക്ക് എത്തിക്കാനായി ജിടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ മെഹ്റൂഫ് ഐ മനലോദി സാറിനെ സാദരം ക്ഷണിക്കുന്നു. Audio, sir. Thank you very much, Krishna Kripa. Thank you so much, Anjana, for your lovely, introduction. Thank you so much, Vineet, for giving me an opportunity to speak to all of you, meet all of you, all the dignitaries on and off this virtual platform, all my dear friends. വളരെ സന്തോഷമുണ്ട്. ഞാൻ സാധാരണ രീതിയിൽ നമ്മൾ ഒരു വലിയ പ്രസംഗമൊക്കെ തുടങ്ങുക എന്നുള്ള സ്റ്റൈലിലൊക്കെ ഞാൻ വിചാരിക്കുന്നത്, പ്രത്യേകിച്ച് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഏറ്റവും താല്പര്യമുള്ളതാണ്. അപ്പൊ ഞാനൊരു പാട്ടിലൂടെ തുടങ്ങാം. ബിക്കോസ് ഐ വാണ്ട് യു ഓൾ ടു ബി കംഫർട്ടബിൾ. വളരെ സീരിയസ് ആയിട്ട് ഇങ്ങനെ കേട്ടിരിക്കേണ്ട സംഭവങ്ങളൊന്നും അല്ല ഈ എന്റർപ്രണറെ മീറ്റ് ചെയ്യാന്ന് പറയുന്നത്. യു ഹാവ് ടു ബി ഓൾവേസ് കൂൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ 2 വരി പാട്ടിലൂടെ തുടങ്ങാം. ജസ്റ്റ് വാണ്ട് ടു മേക്ക് യു കംഫർട്ടബിൾ. മേരേ ലവോं पे तेरा ही फसाना है, दिल में है जानम मोहब्बत तेरी, സംഗീതമേ നിന്റെ ദിവ്യ സൗഭാഗ്യത്തിൻ സന്ദേശമായി ഞാൻ ഉണർന്നുവെങ്കിൽ, ഡൂബാ ഹു ഹർദം ഖയാലോ മേ തേരെ ഹി, ആँखों में रहती है सूरत तेरी, സംഗീതമേ നിന്റെ ദിവ്യ സൗഭാഗ്യത്തിൻ സന്ദേശമായി ഞാൻ ഉണർന്നുവെങ്കിൽ. Once again, good morning to you all.
സാധാരണ ഞാൻ പറഞ്ഞ നമ്മള് പിന്നെ ഒരു പ്രസംഗം എന്നൊക്കെ പറയുന്ന സമയത്ത് പൊതുവെ എല്ലാവർക്കും ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പൊതുവെ നമുക്കറിയാലോ, ഇപ്പൊ ഒരാളുടെ അങ്ങനെ ഒരു പ്രസംഗം കേട്ടിരിക്കാനൊന്നും ഈ ഒരു കാലഘട്ടത്തിലൊന്നും, പ്രത്യേകിച്ച് നമ്മളെ ന്യൂ ജനറേഷനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഞാന് വിനീത് ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഷെയർ ചെയ്യാനാട്ടോ വിചാരിച്ച. ഒരിക്കലും ഇതൊരു വൺ സൈഡഡ് ആക്കി അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം സംസാരിക്കുന്ന രീതിയിലേക്ക് ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ററാക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ ലൈഫിനെ പറ്റി ഒന്ന് പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം വിനീതിനെ പോലുള്ള കുറെ ആൾക്കാരുടെ വലിയ സപ്പോർട്ട്, ആ ഒരു വലിയ സപ്പോർട്ടാണ് ഇന്ന് എന്നെ അല്ലെങ്കിൽ എൻ്റെ പ്രസ്ഥാനത്തെ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാരുടെ നല്ല പ്രാർത്ഥനകളും നല്ല വലിയ സപ്പോർട്ട്. കാരണം ഇത്രയും ഒരു 10-18 ലക്ഷത്തോളം കഴിഞ്ഞു നമ്മളുടെ കുട്ടികളുടെ സ്റ്റുഡൻസിന്റെ ഒരു സ്ട്രെങ്ത്. ഇപ്പൊ നമ്മൾ എവിടെ ട്രാവൽ ചെയ്യുന്ന സമയത്തും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ എവിടെയാണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞപ്പോ നമ്മള് പിന്നെ ലോകത്തിന്റെ ഇപ്പൊ മിഡിൽ ഈസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ ഫാർ ഈസ്റ്റിലാവട്ടെ, ഇവിടെയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു വലിയൊരു 5 സ്റ്റാറോ 7 സ്റ്റാറോ ഹോട്ടലിലൊക്കെ പോയി ഒരു ഫ്രണ്ട് ഓഫീസർ റിസപ്ഷനിലൊക്കെ നമ്മളൊരു കാർഡ് കൊടുക്കുന്ന സമയത്ത് സാറാണ് ജിടെക്കിന്റെ ആളല്ലേ എന്ന് ചോദിക്കും. കാരണം അയാൾ എവിടെയെങ്കിലും നമ്മളെ കേരളത്തിലോ ഇന്ത്യയിലോ ഏതെങ്കിലും ഭാഗങ്ങളിലുള്ള നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആൾക്കാരായിരിക്കും. എന്തെങ്കിലും ഒരു ടാലി പഠിക്കാനോ, അല്ലെ വിനീത്, ടാലി പഠിക്കാനോ അല്ലെങ്കിൽ SAP പഠിക്കാനോ MS ഓഫീസ് പഠിക്കാനോ ഒരു DCA പഠിക്കാനൊക്കെ വന്ന ആൾക്കാരായിരിക്കാം. അപ്പൊ ഇത്രയും ഒരുപാട് ആൾക്കാരുടെ നല്ല പ്രാർത്ഥനകള്, നല്ല സപ്പോർട്ടൊക്കെയാണ് നമ്മളുടെ ഈ ഒരു പ്രസ്ഥാനത്തെ ഈ ഒരു രീതിയിലേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ആം ബേസിക്കലി പക്ക ഒരു കോഴിക്കോടാണ് എൻ്റെ ജന്മദേശം. കോഴിക്കോടാണ്. ഞാനിവിടെ കോഴിക്കോടുള്ള കിണാശ്ശേരി സ്കൂളിൽ മലയാളം മീഡിയം 100% മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി ഞാൻ ഫറൂഖ് കോളേജിലായിരിക്കും പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഫറൂഖ് കോളേജ് കേട്ടിട്ടുണ്ടാവും. പൊതുവെ നല്ല ഈ ഒരു മലബാർ ഏരിയയിലൊക്കെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു കോളേജാണ്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി വൺ ഓഫ് ദ ഫൗണ്ടർ ഓഫ് ഫാറൂഖ് കോളേജ് വാസ് മൈ ഗ്രാൻഡ് ഫാദർ. എൻ്റെ ഉമ്മയുടെ ഉപ്പയാണ് ശരിക്കും അതിൻ്റെ ഫാറൂഖ് കോളേജിന്റെ ഫൗണ്ടർ. അപ്പം SSLC വരെ ഞാൻ കിണാശ്ശേരി സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി ഫാറൂഖ് കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ചെറിയ വികൃതിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഡിഗ്രി പഠിക്കാൻ ഞാൻ ചെന്നൈയിലേക്ക് എന്നെ പറഞ്ഞയച്ചു. ഞാൻ ചെന്നൈയിലുള്ള ന്യൂ കോളേജ് എന്ന് പറയും, അത് അവിടുത്തെ സിറ്റിയിലുള്ള വൺ ഓഫ് ദ ഒരു നല്ലൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു കോളേജാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ അവിടെ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു ബ്രദർ ഹു വാസ് ദർ ഇൻ സൗദി അറേബ്യ. പുള്ളി പറഞ്ഞു, ഇപ്പൊ ഈ പുള്ളി കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ട് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പുള്ളി എന്നോട് ചെന്നൈയിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, പിന്നെ യു ട്രൈ ടു ലേൺ IT, കമ്പ്യൂട്ടറും പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, ഗൾഫിലേക്ക് വന്നാൽ നല്ല ജോലി കിട്ടും, നല്ല ശമ്പളം കിട്ടും എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഡിഗ്രീന്റെ കൂടെ തന്നെ, ഞാൻ എക്കണോമിക്സ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്, അതിന്റെ കൂടെ തന്നെ ഞാൻ IT പഠിച്ചു, കമ്പ്യൂട്ടർ പഠിച്ച് ഗൾഫിലേക്കൊക്കെ തന്നെ പോകാനൊക്കെ നിൽക്കുന്ന ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് ബ്രദർ പറഞ്ഞു, ഒറാക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഇപ്പം ഭയങ്കര ഡിമാൻഡാണ് സൗദി അറേബ്യയിലൊക്കെ, അപ്പൊ അതും കൂടി പഠിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അങ്ങനെ ഒറാക്കിൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് ഐ എം ടോക്കിംഗ് അബൌട്ട് ഓൾമോസ്റ്റ് ഒരു 30 years ബാക്കുള്ള സ്റ്റോറിയാണ് കേട്ടോ. 30 years ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര പ്രായമുള്ള ആളെന്ന് വിചാരിക്കണ്ട. എനിക്ക് ആകെ ഇപ്പോൾ 24 വയസ്സായിട്ടുള്ളൂ, 25-ാം വയസ്സിലേക്ക് ഇപ്പൊ കടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒറാക്കിൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ ഒറാക്കിൾ പഠിക്കാൻ വേണ്ടി ഞാൻ മെനക്കെട്ടതാണ് എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള വലിയൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ഞാൻ ഡിഗ്രി ഓൾറെഡി കഴിഞ്ഞല്ലോ. അപ്പോൾ ഒരു 3-4 വർഷം ഞാൻ അവിടെ ചെന്നൈയിലായിരുന്നു. അപ്പോൾ ചെന്നൈയിൽ അത്രയും സമയം ഹോസ്റ്റലിലൊക്കെ നിന്നുകൊണ്ട് നാട്ടിൽ വന്നിട്ട് ഒറാക്കിൾ, അന്ന് കോഴിക്കോടൊക്കെ സത്യം പറഞ്ഞെങ്കിൽ ഒരു 3 ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉള്ളൂ, ഇങ്ങനെ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ആയി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആ ഒരു ഒറാക്കിൾ കോഴ്സ് ആകെ 3 മാസമേ ഉള്ളൂ ഡ്യൂറേഷൻ. ആ 3 മാസത്തെ ഡ്യൂറേഷൻ ഒറാക്കിൾ കോഴ്സിന് ഞാൻ കോഴിക്കോട് ഫീസ് ചോദിച്ച സമയത്ത് ഓൾമോസ്റ്റ് 45,000 ആണ്. അപ്പൊ ആ സെയിം ഇത് തന്നെ ഞാൻ ഇത്രയും കൊല്ലം ചെന്നൈയിൽ പഠിച്ചല്ലോ, അവിടെയും ഞാൻ ഫീസ് ചോദിച്ച സമയത്ത് ഇറ്റ്സ് ജസ്റ്റ് 18,000. സോ ദിസ് 18,000 and 45,000 നമുക്കറിയാലോ, അതൊരു 3 ഇരട്ടി കൂടുതലുള്ള സംഭവമാണ്. സോ ദിസ് മെയ്ഡ് മീ ടു തിങ്ക്, അതായത് നമ്മളെ നാട്ടില് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളത് എന്നുള്ളത് ചിന്തിച്ചാൽ മതില്ല. കാരണം ചെന്നൈ പോലെയുള്ള ഒരു മെട്രോ സിറ്റിയിലൊക്കെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്,
പിന്നെ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ 3 മാസത്തെ ഒറാക്കിൾ കോഴ്സിന് ചെന്നൈയിൽ 18,000 ആണ്, കോഴിക്കോട് 45,000 ആണ്. ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടില് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ആ സമയത്ത് കുറവായിരുന്നു. ചെന്നൈയിൽ അങ്ങനെയല്ല, ഒരു സിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു കോമൺ ആയിട്ടുള്ള രീതിയിലേക്ക് എല്ലാ ആൾക്കാരും പഠിക്കുന്ന രീതിയിലേക്ക് ചെന്നൈയിലൊക്കെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ കേരളത്തിലൊക്കെ എന്താ പറയുക, ഇപ്പോൾ നമ്മളെ സൊസൈറ്റിയിൽ ഒരു അത്യാവശ്യം ഒരു എബോവ് ആവറേജ് ഉള്ള ആൾക്കാർ മാത്രമേ ആ സമയത്തൊക്കെ കമ്പ്യൂട്ടറൊക്കെ പഠിക്കുന്ന ടൈം. കാരണം വലിയ ഫീസാണ്. കാരണം നമ്മൾ പണ്ടത്തെ ഒരു MS ഓഫീസ് കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ 7,000-8,000 രൂപ ആവും. കാരണം ഒരു 30 കൊല്ലം മുന്നേ 7,000-8,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ഒരു 70,000-80,000 വിലയാണ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുറച്ച് നല്ല ഫിനാൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് പൊതുവെ അന്നൊക്കെ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഏതായാലും 3-4 കൊല്ലം ഞാൻ ചെന്നൈയിൽ നിന്നതല്ല, ഹോസ്റ്റലിലൊക്കെ നിന്നതല്ലേ. അപ്പൊ കോഴിക്കോട് നിൽക്കുക എന്ന് പറഞ്ഞ് 45,000 റുപ്പീസ് കൊടുത്തിട്ട് ഈ കോഴിക്കോട് തന്നെ ഞാൻ ഒറാക്കിൾ പഠിച്ചു. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, കാരണം ഞാൻ ഓൾറെഡി ബേസിക്സ് ഒക്കെ ചെന്നൈയിൽ നിന്ന് പഠിച്ചതായതുകൊണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള പിന്നെ അതിന്റെ ഡയറക്ടറിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രെയിനിങ് കൂടി ആയിട്ട് നിന്നുകൂടെ എന്ന്. കാരണം ഞാൻ ബേസിക്സ് ഒക്കെ എനിക്ക് അറിയുന്നതാണല്ലോ. അപ്പൊ ഞാൻ എന്തോ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ കാരണം എനിക്കൊരു എക്സ്പീരിയൻസ് കിട്ടുന്നതല്ല. അപ്പൊ ഞാൻ അവിടെ ഒരു ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ പിന്നെ ഒറാക്കിളിന്റെ കോഴ്സും പഠിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ 2 മാസമായി 3 മാസമായി. പിന്നെ അവിടത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റുഡൻസ് ഒക്കെ വരുന്ന സമയമാണ്, ഒരുപാട് കുട്ടികൾ വരുന്ന സമയമാണ്. ഇങ്ങനെ ആ കമ്പ്യൂട്ടറിന്റെ ആ ഒരു ചെറിയ ആ ഒരു മൂവ്മെന്റ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സമയമാണ്. അങ്ങനെ ആ സമയത്ത് നല്ല കുട്ടികൾ കാര്യങ്ങളൊക്കെ വരുന്നു, നമ്മൾ കുട്ടികളായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സിസ്റ്റം എനിക്ക് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ സമയത്താണ് നമുക്ക് കൽക്കട്ട ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനീന്റെ ഒരു ഫ്രാഞ്ചൈസ് ക്യാമ്പയിൻ കോഴിക്കോട് വന്നത്. ഞാൻ അതിൽ അറ്റൻഡ് ചെയ്തു. അങ്ങനെ കോഴിക്കോട് 1994 ആദ്യത്തെ നമ്മളെ ഒരു സ്ഥാപനം കോഴിക്കോട് മാവൂർ റോഡ് കേട്ടിട്ടുണ്ടാവും. നമ്മളെ എറണാകുളത്തെ MG റോഡ് എന്നൊക്കെ പറയുന്ന പോലെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു റോഡാണ് മാവൂർ റോഡ്. ഈ മാവൂർ റോഡ് ജംഗ്ഷനിൽ നല്ലൊരു ബിൽഡിങ്ങിൽ ഞാൻ എൻ്റെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് 1994 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബൈ ദ ഗ്രേസ് ഓഫ് ഓൾമൈറ്റി ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെന്റർ, ബ്യൂട്ടിഫുൾ സെന്റർ. ആദ്യത്തെ ഒരു 3-4 മാസത്തിൽ തന്നെ നല്ല സ്റ്റുഡൻസും നല്ല ഒരു ഫ്ലോയിലേക്കും എല്ലാം വന്നു. ഈ സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ്, കുറെ മെഷീൻസ് ഒക്കെ കുറെ വന്നു, കുറെ സ്റ്റാഫായി അങ്ങനെ വന്നു. അങ്ങനെ അതിനുശേഷം 96 ഞാൻ രണ്ടാമത്തെ സെന്റർ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ കോഴിക്കോടിന് അടുത്തുള്ള മലപ്പുറം ജില്ലയിലുള്ള മഞ്ചേരി എന്നുള്ള സ്ഥലത്ത് ഞാൻ രണ്ടാമത്തെ സെന്റർ 96 സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 97 ഞാൻ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ടൗൺ ആയിട്ടുള്ള പെരിന്തൽമണ്ണയിൽ തുടങ്ങി. 98 അതിന്റെ വേറൊരു ടൗൺ ആയിട്ടുള്ള തിരൂർ, ഇതൊക്കെ നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവും. മലപ്പുറം ജില്ലയിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. മഞ്ചേരി ആദ്യം, പിന്നെ പെരിന്തൽമണ്ണ, പിന്നെ തിരൂര്. അത് കഴിഞ്ഞിട്ട് 99 ഞാൻ വടകര, കോഴിക്കോട് വടകര, അവിടെ എൻ്റെ ട്രെയിനിങ് സെന്റർ സ്റ്റാർട്ട് ചെയ്തു. ഒരു 2000 ഒക്കെ ആയപ്പോഴത്തേക്ക് ഈ മലബാർ ഏരിയയിൽ ഈ ഏറ്റവും മെയിൻ ആയിട്ടുള്ള എല്ലാ പോക്കറ്റുകളിലും നമ്മളെ നല്ല ബ്യൂട്ടിഫുൾ ട്രെയിനിങ് സെന്റേഴ്സ് വന്നു. എല്ലാം നല്ല സെന്ററുകളായിരുന്നു. ഒരുപാട് കുട്ടികൾ, ഒരുപാട് നല്ല മെഷീൻ. എനിക്ക് ഐ സ്റ്റിൽ റിമെമ്പർ ഈ 96 ഞാൻ തുടങ്ങിയിട്ടുള്ള മഞ്ചേരി ട്രെയിനിങ് സെന്ററിലാണ് ആദ്യമായിട്ട് കളർ മോണിറ്റർ. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ഭയങ്കര അത്ഭുതമായിരിക്കും കേട്ടോ. ആദ്യമായിട്ട് കളർ മോണിറ്റർ ഉള്ള ഒരു കമ്പ്യൂട്ടർ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്തത് ഞാൻ മഞ്ചേരിയിലാണ് 96. അന്നൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്ററിലൊക്കെയാണ് കുട്ടികളൊക്കെ പഠിക്കുക. അങ്ങനെ ആദ്യമായിട്ട് അന്ന് കളർ മോണിറ്റർ വെച്ചിട്ട് 96 ട്രെയിനിങ് സെന്റർ തുടങ്ങി. ഈ 99 ആകുമ്പോഴത്തേക്ക് ഈ മലബാർ ഏരിയയിലുള്ള മെയിൻ പോക്കറ്റിലൊക്കെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്ന ഒരാളായിട്ട് ഞാൻ മാറിയെന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് നല്ല ഒരു ലെവലിലേക്ക് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു. 99 ഞാൻ നല്ല കുറേ സ്റ്റാഫ്, ആ സ്റ്റാഫൊക്കെ ഇന്നും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് കേട്ടോ. ഈ 94 ഫസ്റ്റ് ട്രെയിനിങ് സെന്റർ തുടങ്ങുന്ന സമയത്തുള്ള എൻ്റെ കൂടെയുള്ള ആളാണ് എപ്പോഴും എൻ്റെ GM-ഉം AGM-ഉം ഒക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ. അങ്ങനെ 99 ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് സംതിങ്, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലേക്ക് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് മലബാർ മാത്രം? വൈ ഡോണ്ട് വി മൂവ് ഔട്ട്സൈഡ് മലബാർ? അങ്ങനെ ഒരു ചിന്ത വന്ന സമയത്ത് ഞാൻ എൻ്റെ ടെക്നിക്കൽ ടീമിലുള്ള ആൾക്കാരൊക്കെ വിളിച്ചൊരു മീറ്റിംഗ് ഒക്കെ നടത്തി. വി ഷുഡ് ഡു സംതിങ് ഡിഫറെന്റ്, എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ടുള്ള ഒരു സംഭവം ചെയ്യണം എന്നുള്ള ധാരണയായി. നമ്മള് പിന്നെ നല്ലൊരു പേര്, അന്ന് പേര് വേറെ ആയിരുന്നു. 99 ഈ പുതിയ പേരിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെ
ഒരു ഗ്രൂപ്പ് ഓഫ് ടെക്നോളജിസ്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ, അതായത് ടെക്നോളജി അറിയുന്ന, ടെക്നോളജി ഇഷ്ടപ്പെടുന്ന, ടെക്നോളജിയിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാരുടെ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിൽ ജിടെക് എന്നുള്ള പേര് നമ്മൾ ആ സമയത്ത് 99 ആലോചിച്ച് 2000 ഞാൻ ഐ സ്റ്റാർട്ടഡ് ക്രിയേറ്റിംഗ് മൈ ഓൺ കോഴ്സ് മെറ്റീരിയൽ, മൈ ഓൺ കരിക്കുലം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ 2000 എല്ലാം ക്രിയേറ്റ് ചെയ്തു. 2001 ഫെബ്രുവരി 10 അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി നമ്മളെ PJ ജോസഫ് സാറായിരുന്നു. അദ്ദേഹം 2001 ഫെബ്രുവരി 10 കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് അതിന്റെ ലോഞ്ചിങ് നടത്തി. വലിയൊരു ലോഞ്ചിങ് ആയിരുന്നു. വലിയ ലോഞ്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ സ്പെൻഡ് ലോട്ട് ഓഫ് മണി ഓൺ ദാറ്റ് ഡേ. കാരണം ഓൾമോസ്റ്റ് അന്നത്തെ 2001 ഒരു 10-40 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വലുതാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ അന്ന് എല്ലാ പത്രത്തിലൊക്കെ ഒരുപാട് ഫുൾ പേജ് പരസ്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ അത് ലോഞ്ച് ചെയ്തു. ലോഞ്ച് ചെയ്ത സമയത്തൊക്കെ കുറെ ആൾക്കാർ എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും പൈസ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ നീ ഒരു മണ്ടനാണല്ലോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു എന്തായാലും, കാരണം നമ്മൾ ചെയ്യുന്നതൊക്കെ, ഞാൻ പൊതുവെ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ചിരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രകൃതമാണുള്ളത്. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ബൈ ദ ഗ്രേസ് ഓഫ് ഓൾ മൈറ്റി, ബൈ ദ സപ്പോർട്ട് ഓഫ് ഓൾ മൈ ടീം മെമ്പേഴ്സ്, ആ ഒരു ലോഞ്ച് ഭയങ്കര അങ്ങോട്ട് ക്ലിക്കായി ഇൻ ദ സെൻസ് ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് എൻക്വയറീസ് ഫ്രം ഡിഫറെന്റ് ചെറിയ ഇപ്പൊ കോഴിക്കോട്, കണ്ണൂർ, വയനാടിന്റെ ഒക്കെ പല പോക്കറ്റുകളിൽ നിന്നും നമ്മളെ ജിടെക്കിന്റെ സ്ഥാപനം ഫ്രാഞ്ചൈസ് എടുക്കാനുള്ള എൻക്വയറീസ് വന്നു. കാരണം ദ കൈൻഡ് ഓഫ് അഡ്വർടൈസ്മെന്റ് ഓർ ദ കൈൻഡ് ഓഫ് ദ ലോഞ്ച് വാസ് ഫാന്റാസ്റ്റിക്. അത് ആൾക്കാരുടെ മനസ്സിലേക്ക് ശരിക്കും അങ്ങോട്ട് എത്തി. അപ്പൊ പിന്നെ തിരക്കായി. പിന്നെ ഒരു എക്സ്പാൻഷന്റെ സമയം തന്നെ ആയിരുന്നു. ഞാൻ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ തുടങ്ങി, കേരളത്തിന്റെ ഈ അറ്റത്തുനിന്ന്, ഈ നോർത്തേൺ സൈഡിൽ നിന്ന്, കാസർഗോഡ് നിന്ന് ഇങ്ങനെ തുടങ്ങി എല്ലാ മെയിൻ പോക്കറ്റുകളിലും. ഇപ്പൊ കാസർഗോഡ് ജില്ലയാണെന്നുണ്ടെങ്കിൽ കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം, ഇങ്ങനെ ഓരോ ജില്ലയിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ സെന്ററുകൾ ഇങ്ങനെ തുടങ്ങി വന്നു. ആദ്യം പിന്നെ കാസർഗോഡ് കവർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് കണ്ണൂർ കവർ ചെയ്തു, വയനാട് കവർ ചെയ്തു, കോഴിക്കോട് കവർ ചെയ്തു, മലപ്പുറം കവർ ചെയ്തു, തൃശ്ശൂർ കവർ ചെയ്തു, പാലക്കാട് കവർ ചെയ്തു. ഈ പാലക്കാട് കവർ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വരുന്നത് എറണാകുളമാണ്. എറണാകുളം ബേസിക്കലി ഇറ്റ്സ് എ കമേഴ്ഷ്യൽ സിറ്റി ഓഫ് കേരള. അപ്പൊ അവിടെ നമ്മൾ ഒരു ലോഞ്ചിങ്, ഇപ്പൊ നമ്മൾ കോഴിക്കോട് ചെയ്ത പോലെ തന്നെ വലിയൊരു ലോഞ്ചിങ്ങിന്റെ ഒരു ആവശ്യം ഉണ്ടെന്നുള്ളത്, അതൊക്കെ ഞാൻ പറഞ്ഞ അന്നേരം ഇങ്ങനെ ദൈവമൊക്കെ തോന്നിക്കുന്ന അന്ന് ഞാൻ തൃശ്ശൂർ കഴിഞ്ഞിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് പോയി. ഈ തിരുവനന്തപുരത്ത് എത്തുന്ന സമയത്താണ് നമ്മളെ പ്രിയപ്പെട്ട വിനീതനൊക്കെ ഞാൻ അവിടുന്ന് പരിചയപ്പെടുന്നത്. അങ്ങനെ തിരുവനന്തപുരത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ നമ്മളെ ട്രെയിനിങ് സെന്റർ വന്നു. അവിടുന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇടുക്കി, എല്ലാ സ്ഥലത്തും. കാരണം എല്ലാ ജില്ലയിലും ഒരു 10-15 ഒരു സെന്ററുകൾ വെച്ചിട്ട് അങ്ങനെ തുടങ്ങി വന്നു. എന്നാന്ന് വെച്ചാൽ അന്നൊക്കെ നല്ല ഫാസ്റ്റ് ആയിരുന്നു. കാരണം അപ്പൊ നമ്മള് ഒരു സാധനം നമ്മൾ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എളുപ്പമാണല്ലോ, ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ടുപോകാൻ എളുപ്പമാണ്. അപ്പൊ നല്ലൊരു ടീം വന്നു, നമ്മളെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസൊക്കെ നല്ല സെറ്റായി, ഉഷാറായി, ഗംഭീരായി. അതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പൊ നമ്മൾ ആലപ്പുഴ ജില്ല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആലപ്പുഴന്റെ എല്ലാ മെയിൻ പോക്കറ്റുകളിലും നമ്മൾ ജിടെക്കിന്റെ സെന്ററുകളുണ്ട്. ഇപ്പം ആലപ്പുഴ ടൗൺ ആവട്ടെ, മാവേലിക്കര ആവട്ടെ, കായംകുളം ആവട്ടെ, അല്ലെങ്കിൽ ഇനിയിപ്പോ ഹരിപ്പാടാവട്ടെ, ചേർത്തല ആവട്ടെ, എല്ലാ സ്ഥലത്തും നമ്മളുടെ ജിടെക്കിന്റെ ട്രെയിനിങ് സെന്ററുകൾ ഉണ്ട്. അങ്ങനെ ഏകദേശം 2009 കൂടി കേരളം മുഴുവൻ നമ്മളുടെ ട്രെയിനിങ് സെന്റർ ഏകദേശം 200ഓളം സ്ഥാപനങ്ങൾ കേരളത്തിൽ വന്നു. 2009 ഞാനും വൈഫും കൂടെ സിംഗപ്പൂരിൽ ഒരു ടൂർ പോയതായിരുന്നു, ഒരു ട്രിപ്പ് പോയതായിരുന്നു ഞാനും വൈഫും കൂടെ. അപ്പൊ പോയ സമയത്താണ് അത് മറ്റൊരു ടേണിംഗ് പോയിന്റ് ആണ്. അങ്ങനെ പോയ സമയത്ത് എൻ്റെ ഒരു കസിൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കസിന് രാത്രി അവളുടെ വീട്ടിലേക്ക് ഡിന്നറിന് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ കേരളത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ട്രെയിനിങ് സെന്റർ ഉണ്ടല്ലോ, വൈ ഡോണ്ട് യു സ്റ്റാർട്ട് ഇൻ സിംഗപ്പൂർ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു പിന്നെ ആരാ നോക്കാന്ന് ചോദിച്ചു. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ വി സ്റ്റാർട്ടഡ്. 2009 സിംഗപ്പൂരിൽ നമ്മൾ നല്ലൊരു ട്രെയിനിങ് സെന്റർ സ്റ്റാർട്ട് ചെയ്തു. അവിടെ പിന്നെ മിനിസ്ട്രീന്റെ അപ്രൂവൽ കാര്യങ്ങളൊക്കെ കിട്ടി. ആൻഡ് ദ ഡേ 1 ഓൺവേർഡ്സ് ഇറ്റ് വാസ് ഗുഡ് ഫ്ലോ ഓഫ് സ്റ്റുഡൻസ്. അങ്ങനെ സിംഗപ്പൂർ ബീയിങ് an educational hub, being an international education hub, I thought of setting up our corporate office also in Singapore. അങ്ങനെ സിംഗപ്പൂരിൽ നമ്മൾ പിന്നെ കോർപ്പറേറ്റ് ഓഫീസും ആക്കി വലിയൊരു ട്രെയിനിങ് സെന്ററും നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതോടുകൂടി നമുക്ക് ഈ കൊച്ചു കേരളത്തിലെ കോഴിക്കോട്ട് നിന്ന് ആരംഭിച്ചിട്ടുള്ള നമ്മളെ ജിടെക് എന്നുള്ള ബ്രാൻഡിന് പൊതുവെ ഒരു മൾട്ടിനാഷണൽ കമ്പനി എന്നുള്ള ഒരു ഫീൽഡിലേക്ക് വന്നു. മനസ്സിലായോ? ഇതൊക്കെ എൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയാണ് കേട്ടോ. ഈ ഓരോ സ്ഥലത്തും ഞാനിപ്പോ ഒരു ജില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എളുപ്പത്തിൽ അങ്ങനെ ഇതാക്കരുത്. ഇപ്പൊ ആലപ്പുഴയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ
ഒരു 100 പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ടാവും. ഞാൻ രാവിലെ ഇവിടുന്ന് ഒരു 5:30 മണിക്ക് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് ഒരു 9:30-10 മണിയാകുമ്പോഴത്തേക്ക് ആലപ്പുഴ വന്ന് മീറ്റിംഗ് നടത്തിയിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് ഒരു 2:30-3 മണിക്ക് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന് വൈകുന്നേരം ഞാൻ കോഴിക്കോട് എത്താറുണ്ട്. അപ്പൊ വിതൗട്ട് എനി ഹാർഡ് വർക്ക് നമുക്കൊന്നും നേടിയെടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഞാൻ ഇന്നത്തെ ഈ ഒരു വെബിനാറിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ റീസെന്റ് കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് കേൾക്കുന്ന കുറെ പുതിയ വാക്കുകളുണ്ട്. എന്തൊക്കെയാണത് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇപ്പൊ ലോക്ക്ഡൗൺ വലിയൊരു പുതിയ വാക്കല്ല, നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു വാക്കാണ്. ലോക്ക്ഡൗൺ, കണ്ടെയ്ൻമെന്റ് സോണ്, പിന്നെ മാസ്ക്, സാനിറ്റൈസർ, സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇങ്ങനെ പുതിയ കുറെ വാക്കുകൾ കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെസ്സേജ് ആണ്, വളരെ ചെറിയൊരു മെസ്സേജ് ആണ് ഇന്ന് ആസ് എ ബ്രദർ എന്നുള്ള നിലക്ക് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തരാനുള്ളത്. നെവർ ലോക്ക് ഡൗൺ യുവർ ഡ്രീംസ്. ഒരു ചെറിയ വാക്കാണ് കേട്ടോ, ഇത് നിങ്ങളെ മനസ്സിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് നമ്മളെ ഇപ്പൊ എല്ലാ സ്ഥലത്തും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ലോക്ക്ഡൌൺ ആണ്, പോലീസ് പിടിക്കും, പെറ്റി അടിക്കും, ഇങ്ങനെയൊക്കെ കേൾക്കാം. എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള ഒരൊറ്റ കാര്യം ഇത്രയേ ഉള്ളൂ, നെവർ ലോക്ക് ഡൗൺ യുവർ ഡ്രീംസ്. പോലീസുകാർക്ക് വേണമെങ്കിൽ നമ്മളെ കെട്ടിയിടാം, നമുക്ക് പുറത്തിറങ്ങാത്ത രീതി, പക്ഷെ നമ്മളെ ആൾക്കും കെട്ടിയിടാൻ വേണ്ടി പറ്റില്ല. സോ യു ഹാവ് ടു കീപ് ഓൺ ഡ്രീമിങ്. അതിന് ഒരു കാരണവശാലും നമ്മൾ ലോക്ക്ഡൌൺ ചെയ്യാൻ നമ്മൾ അനുവദിക്കരുത്. യു ഹാവ് ടു ബി ഇന്നോവേറ്റീവ്. ഇന്നത്തെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, ഇത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയും. ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും ജീവിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഭയങ്കര മത്സരമാണ്. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ അറിയാം, എല്ലാത്തിനും മത്സരമാണ്. നമ്മൾ ആ മത്സരം നമുക്ക് ബീവറേജിന്റെ മുന്നിലും കാണാം. കാരണം എല്ലാവർക്കും ആദ്യം കുപ്പി കിട്ടണം എന്നുള്ള അവിടെ ആ മത്സരം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും ഒരു കാരണവശാലും ഡോണ്ട് ലോക്ക് ഡൗൺ യുവർ ഡ്രീംസ്. നിങ്ങളെ സ്വപ്നങ്ങള് എപ്പോഴും ഉണ്ടാവണം. നിങ്ങളെ ചിന്തകള് എപ്പോഴും നമുക്ക് ആ ചിന്തകള്, നല്ല ചിന്തകൾ, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവണം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിനു ശേഷം ഈ സിംഗപ്പൂരിൽ നമ്മള് കോർപ്പറേറ്റ് ഓഫീസ് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരു ഈ പറഞ്ഞ ഒരു മൾട്ടിനാഷണൽ കമ്പനി എന്നുള്ള ഒരു ഔട്ട്ലുക്ക് വന്നു. ഈ ഔട്ട്ലുക്ക് വന്നതോട് കൂടി തന്നെ എല്ലാ ഭാഗത്തുനിന്നും, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും നമുക്ക് നമ്മളെ ട്രെയിനിങ് സെന്റർ, നമ്മളെ ബ്രാൻഡ് തുടങ്ങാനുള്ള ഭയങ്കരമായിട്ടുള്ള എൻക്വയറീസ് വരാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മളിപ്പോ UAE ഞാൻ റീജിയണൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ആയിട്ടുള്ള ഇപ്പം ഒമാന്, അതേപോലെ ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ. പിന്നെ എനിക്ക് എല്ലാം എളുപ്പമായിരുന്നു, വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഈ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അങ്ങനെ ഓരോ വർഷത്തിലും നമ്മളൊരു 3-4 രാജ്യങ്ങൾ വെച്ചിട്ട് പുതിയ നമ്മളെ ട്രെയിനിങ് സെന്ററുകൾ, കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങാൻ വേണ്ടി 2015 നമ്മൾ US സ്റ്റാർട്ട് ചെയ്തു. 2016 നമ്മൾ പിന്നെ UK സ്റ്റാർട്ട് ചെയ്തു. ജിടെക് UK ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്തു. 2018 നമ്മൾ ആഫ്രിക്കയിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മൾ അറിയാലോ, ഇപ്പൊ നമ്മൾ ഒരു ആകാശത്തിന്റെ മേലോട്ട് ഇങ്ങനെ കുറെ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ താവൂല, അറിയാലോ അല്ലെ? അതിന്റെ ആ ഒരു കുറെ മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി താഴാൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴില്ല. ആ രീതിയിലേക്ക് നമുക്ക് ഐ വാസ് ഏബിൾ ടു പെനിട്രേറ്റ് ഓൾ ദ മാർക്കറ്റ്സ് ലൈക്ക് ഇപ്പൊ നമുക്ക് മിഡിൽ ഈസ്റ്റ് ആവട്ടെ, ഫാർ ഈസ്റ്റ് ആവട്ടെ ഒക്കെ. ഇന്നിപ്പോ ജിടെക്കില് ഒരു വർഷം ഏകദേശം 1 ലക്ഷത്തിന്റെ മേലെ കുട്ടികൾ പലതരത്തിലുള്ള കോഴ്സുകൾ പഠിക്കുന്നുണ്ട്. അത് പല രാജ്യത്തു നിന്നാവാം. ഇപ്പൊ മെക്സിക്കോ നിന്നാവാം, ഇറ്റ് ക്യാൻ ബി ഫ്രം US, ഇറ്റ് ക്യാൻ ബി ഫ്രം യൂറോപ്പ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിന്നെ ഇറ്റലിയിൽ നമ്മളൊരു ബാക്ക് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളൊക്കെ തുടങ്ങാൻ, ഇപ്പൊ നമ്മൾ അറിയാലോ, സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളൊക്കെ നടത്തുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇപ്പൊ ജിടെക്കിലെ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷുകാരൻ തന്നെ ആയിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. കാരണം ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ട ഏറ്റവും അറിയുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാരാണല്ലോ. ഇംഗ്ലീഷ് കണ്ടുപിടിച്ച ആൾക്കാർ ഇംഗ്ലീഷുകാരല്ല. അപ്പൊ ഇംഗ്ലീഷുകാരെ കൊണ്ട് തന്നെ ക്ലാസ് എടുപ്പിക്കുന്ന രീതിയിൽ ഇറ്റലിയിൽ ഒരു ബാക്ക് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. സ്പോക്കൺ ഇംഗ്ലീഷ് മോഡലുള്ള കുറെ ക്ലാസ്സുകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് സ്റ്റുഡൻസിലേക്ക് ശരിക്ക് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ഒരു വർഷം ഈ 1 ലക്ഷം കുട്ടികൾ എന്ന് പറയുന്നത് പല രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പം ഇന്ത്യന്റെ തൊട്ടടുത്തുള്ള ശ്രീലങ്ക എനിക്ക് തോന്നുന്നു ഒരു 2011-12 സമയത്താണ് ശ്രീലങ്കയിൽ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മൈ പാർട്ട്ണർ ദർ വാസ് പ്രസിഡന്റ് ഓഫ് ദ കൺട്രി. രാജപക്ഷെ തന്നെയാണ് എന്നെ അവിടെ ഒരു ദിവസം പെട്ടെന്നാണ് എനിക്ക് കോള് വന്നത്, ഇങ്ങനെ കൊളംബോ എന്നാണ്, വി വാണ്ട് ടു മീറ്റ് യു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. ഗവൺമെന്റ് വാണ്ട്സ് ടു ഡു എ പ്രോജക്ട്. ഇപ്പൊ നമുക്കിവിടെ അക്ഷയ സെന്റർ ഒക്കെ അല്ലേ, ഈ അക്ഷയ സെന്റർ ഒക്കെ ഉള്ളത് പോലെ ശ്രീലങ്കയിൽ, ഓൾ ഓവർ ശ്രീലങ്ക ദേ വാണ്ട് ടു സെറ്റപ്പ്
അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷും IT പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ട്രെയിനിങ് സെന്റർ തുടങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് പിന്നെ ഗവൺമെന്റുമായിട്ടുള്ള മീറ്റിംഗ് വന്നു. ഗവൺമെന്റുമായിട്ടുള്ള രീതിയിൽ എഗ്രിമെന്റ് ചെയ്തിട്ട് ഏകദേശം 100ഓളം സെന്ററുകൾ വിതിൻ ഒരു 3 മാസം ശ്രീലങ്കന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ സെറ്റപ്പ് ചെയ്തു. ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പറയുമ്പം ഒരു മിനിറ്റിലോ അല്ലെങ്കിൽ 2 മിനിറ്റിലോ ഇത് തീരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ ശരിക്കും നമ്മളെ ലൈഫ് ശരിക്കും നല്ലോണം എൻജോയ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അവിടെയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞപ്പോ ശ്രീലങ്കയിലൊക്കെ ആ സമയത്തൊക്കെ ഈ പുലികളും ശല്യങ്ങളും അല്ലെങ്കിൽ യുദ്ധം ഒക്കെ ഉള്ള സമയമാണ്. അപ്പൊ ആ സമയത്തൊക്കെ ഐ സ്റ്റിൽ റിമെമ്പർ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറെ ഗണ്ണൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ നിന്നിട്ടൊക്കെയാണ് നമ്മളെ കൊണ്ടുപോവാ. ഒരു മിനിറ്റ്. അപ്പോ പിന്നെ ഭയങ്കര ഒരു ഇതിലാണ് ഇങ്ങനത്തെ ഈ ശ്രീലങ്കയിലുള്ള പോക്കൊക്കെ അത് മറക്കാൻ പറ്റാത്തതാണ്. കാരണം അന്ന് ഈ യുദ്ധം ഒക്കെ ഈ മറ്റേ എന്താളെ പേര് വെടിവെച്ച് വന്ന പുള്ളിയൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഇതായിട്ടാണ് 2 സൈഡിലും തോക്കൊക്കെ പിടിച്ച് അതിന്റെ നടുക്കൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ പോവുക. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ ഒരുപാട് നമ്മളുടെ ലൈഫ് അതിലേക്ക് നമ്മൾ ഒരുപാട് എഫേർട്ട് ആ സമയത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന സമയത്ത് വളരെ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പിന്നെ പ്രഭാകരൻ, യെസ് പ്രഭാകരനൊക്കെ ഉള്ള സമയത്തായിരുന്നു. അപ്പൊ ആ യുദ്ധത്തിന്റെ ഒക്കെ ടൈമിലൊക്കെ ജസ്റ്റ് ഇമാജിൻ നമുക്ക് ആ സമയത്തൊക്കെ അവിടെ ഇറങ്ങി അങ്ങനെ ഈ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഈ കൊളംബോ സിറ്റിയിലേക്ക് എത്താൻ ഒരു മണിക്കൂറോളം നമ്മൾ കാറിൽ ഇങ്ങനെ പോകണം. നമുക്കറിയാലോ ഇപ്പൊ എല്ലാ എയർപോർട്ടുകളും കുറച്ച് ദൂരത്തായിരിക്കും. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. നമ്മളിങ്ങനെ മുള്ളിന്റെ മുകളിൽ ഇരിക്കുന്ന പോലാണ് ഈ 1 മണിക്കൂർ എന്നൊക്കെ പറയുന്നത്. 2 സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വണ്ടിയിലൊക്കെ ഇട്ട് നടുക്കൊക്കെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോവാം. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ലോകം മുഴുവൻ ഒരുപാട് ആൾക്കാരെ, കുട്ടികളെ നമുക്ക് IT പഠിപ്പിക്കാൻ വേണ്ടി പറ്റി, ടെക്നോളജി പഠിപ്പിക്കാൻ വേണ്ടി പറ്റി. അന്നൊക്കെ ഞാൻ പറഞ്ഞ ഒരുപാട് ആൾക്കാരെ നമ്മളെ കളിയാക്കിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ എന്നാണ് ഇതിന് ശരിക്കും അതൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുക, ഇതൊക്കെ പഠിക്കാൻ ആള് വരുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലഘട്ടം ടോട്ടലി ചേഞ്ച് ആയില്ല. ഇപ്പൊ നമുക്കറിയില്ല, ഇപ്പൊ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിലും മൊബൈലിൽ ഡാറ്റ തീർന്നത്, അല്ലെങ്കിൽ മൊബൈലിൽ ചാർജ് ഇല്ലാത്ത. ഇതെല്ലാം നമ്മളെ ഇന്നത്തെ ടെൻഷൻ. ആ കാലഘട്ടത്തിലേക്ക് ടെക്നോളജി വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന സമയത്ത് ശരിക്ക് കിങ് ഓഫ് ദ വേൾഡ് എന്ന് പറയാം കൊമേഴ്സ് ആൾക്കാരെ. കാരണം കൊമേഴ്സ് ആൾക്കാരാണ് ഇന്ന് ലോകം എന്താ പറയാ വാഴുന്ന ആൾക്കാര്. അപ്പൊ വലിയൊരു എന്താ പറയാ ഒരു ഫ്യൂച്ചർ ഈ കൊമേഴ്സ് ആൾക്കാരിൽ ശരിക്കുണ്ട്. നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ശരിക്കും നല്ല രീതിയിൽ ഫൈൻ ട്യൂൺ ചെയ്യുക. കുറെയൊക്കെ എന്റർപ്രണർഷിപ്പ് സ്കിൽസ് നിങ്ങളിൽ ഉണ്ടാവണം. അത് നമ്മൾ വാർത്തെടുക്കാൻ വേണ്ടി നോക്കുക. ഞാൻ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞില്ലേ, നെവർ ലോക്ക് ഡൗൺ യുവർ ഡ്രീംസ് എന്നുള്ള. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് എപ്പോഴും നമ്മളെ ആ ഒരു മനസ്സിൽ ഉണ്ടാവണം. മനസ്സിലായില്ല? അതായത് നമ്മൾക്ക് നമ്മളെ സ്വപ്നങ്ങളെ, നമ്മളെ ചിന്തകളെ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റൂല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, ഇപ്പൊ നമ്മൾ ഒന്നുമില്ല, 1-2 ചെറിയ ഉദാഹരണം കൂടി പറയാം. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ യൂസുഫ് അലിക്ക ഏകദേശം 10-35ഓളം വർഷങ്ങള് മിഡിൽ ഈസ്റ്റിന്റെ പല ഭാഗങ്ങളിലും ഇതേപോലെ യാത്ര ചെയ്തിട്ടൊക്കെയാണ് വലിയൊരു പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. എത്ര 35 ഇയേഴ്സോളം വന്നു. അതേ സമയത്ത് ഇപ്പൊ ടെക്നോളജിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, ബൈജൂസ് കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങൾ കൊണ്ട് ഏകദേശം യൂസുഫ് അലിക്കന്റെ ആ രീതിയിലേക്ക് ഹി ഹാസ് ബിക്കം റിച്ചസ്റ്റ് ലൈക്ക് അത്. അപ്പം ടെക്നോളജിന്റെ ഒരു വ്യത്യാസമാണ്. നമ്മളൊരു ടിപ്പിക്കൽ ലെവലിലുള്ള ഒരു ബിസിനസ് ചെയ്ത് വരുന്നതിന് ഒരുപാട് സമയമെടുക്കും. ബട്ട് വെൻ യു ഇൻഫ്യൂസ് ടെക്നോളജി ഇൻ ടു ഇറ്റ്, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വരേണ്ട കാര്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എന്തെന്നെ പുതിയൊരു ഇനീഷ്യേറ്റീവ് നമ്മൾ ആലോചിക്കുന്ന സമയത്തും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ടെക്നോളജി അവർ വെബിനാർ സീരീസ്, വെരി ഗുഡ്, excellent. He is a role model basically. Padmasri Yusuf Alika എന്ന് പറയുന്നത് is a role model to every entrepreneur in Kerala. അതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും നമ്മൾ തുടങ്ങാൻ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ട്രൈ ടു ഇൻഫ്യൂസ് ടെക്നോളജി ഇൻ ടു ഇറ്റ്. എന്തെങ്കിലും ചെറിയ ടെക്നോളജി അതിൽ കൊണ്ടുവരാൻ വേണ്ടി നോക്കണം.
അതിലാണ് നമ്മളെ ശരിക്കുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാലോ, ഇന്നിപ്പോ നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് നമ്മൾ സ്വിഗ്ഗിയിലോ അല്ലെങ്കിൽ ഊബർ ഈറ്റ്സിലോ ഒക്കെയാണ് അല്ലെ. എല്ലാം ടെക്നോളജിന്റെ കാലഘട്ടമായിട്ട് മാറി. ഇപ്പൊ തിയേറ്ററുകൾ മാറി, ഇപ്പൊ OTT പ്ലാറ്റ്ഫോമിൽ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എല്ലാം ടെക്നോളജി ഡ്രിവൺ ആണ്. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഡിജിറ്റൽ കാലഘട്ടമാണ്. ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ടെക്നോളജിയാണ്. അത് പഠിക്കാനും അത് അപ്ഗ്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ മുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇന്നോവേഷൻ കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നെവർ ലോക്ക് ഡൗൺ യുവർ ഡ്രീംസ് എന്നുള്ള. അതോടൊപ്പം തന്നെ ഒരു 4-5 പോയിന്റുകൾ എനിക്ക് അത് ഒന്ന് പ്രത്യേകമായിട്ടൊന്ന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. കാരണം നമുക്ക് കാലഘട്ടത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഏത് സമയത്തും വരും, മനസ്സിലായില്ലേ? അപ്പൊ ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് ആദ്യത്തെ ഒരു മറ്റേത് നിങ്ങളൊരു കോട്ടായിട്ട് നിങ്ങൾ എടുത്തു വെക്കുക, നെവർ ലോക്ക് ഡൗൺ യുവർ ഡ്രീംസ് എന്നുള്ള. അതായത് നമ്മളെ സ്വപ്നങ്ങളെ നമ്മളെ ചിന്തകളെ കെട്ടിയിടാൻ, ലോക്ക്ഡൌൺ ആക്കിയിടാൻ, കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയിടാൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ഒരാളെ അനുവദിക്കരുത്. ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം നമുക്ക് ലൈഫ് ഒന്നേ ഉണ്ടാവുള്ളൂ. ഈ ലൈഫിൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സക്സസ് ആവേണ്ടത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എടുക്കുക. അപ്പൊ അതിന്റെ ഒരു മേജർ ആയിട്ടുള്ള 2-3 പോയിന്റുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം പറയാനുള്ള ഒന്നതാണ്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ആൻഡ് അഡാപ്റ്റ് ക്യൂക്ക്. അതായത് ഇപ്പൊ കോവിഡ് വന്ന് നമ്മൾ വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിനി വീട്ടിലൊന്നും ഇരിക്കാൻ പറ്റില്ല, എനിക്ക് പുറത്തു പോകണം നടക്കണം എന്ന് വിചാരിച്ചാൽ എന്താ സംഭവിക്കുക? അതെന്താ സംഭവിക്കുക നമുക്കറിയാം. സാധാരണ രീതിയിൽ പോലീസ് പിടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കോവിഡ് പകരും. പക്ഷെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം. കാരണം ഇവിടെ ഞാൻ ആക്സെപ്റ്റ് ചെയ്ത ഒരു സംഭവം വെച്ചാൽ, കഴിഞ്ഞ വർഷം ഒരു ഏകദേശം ഡിസംബർ സമയത്താണ് കോവിഡ് ശരിക്കും ചൈനയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ജനുവരി ഒക്കെ ആവുന്ന സമയത്ത് തന്നെ സിംഗപ്പൂരിൽ ഈ കോവിഡിന്റെ ലക്ഷണങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ചെറിയ രീതിയിലൊക്കെ. കാരണം ചൈനയായിട്ട് വളരെ അടുത്തുള്ള ഒരു കൺട്രിയാണ്. പിന്നെ ചൈനീസ് ആണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഭാഷ സിംഗപ്പൂരിലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ജനുവരിയിലൊക്കെ തന്നെ ഈ ഒരു കോവിഡിന്റെ ഏകദേശം ചെറിയ ലക്ഷണങ്ങള് പിന്നെ സിംഗപ്പൂരിൽ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരിയിലേക്ക് ഏകദേശം നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ക്ലോസ് ചെയ്യാനുള്ള രീതിയിലൊക്കെയുള്ള മെസ്സേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, നമ്മളെ ഈ ആലപ്പുഴയിലും മാവേലിക്കരയും പിന്നെ കോഴിക്കോടിന്റെ മാങ്കാവ് പോലെയുള്ള സ്ഥലത്തൊന്നും കോവിഡ് എത്തുന്നു നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തതല്ലേ, എത്ര പെട്ടെന്നാന്ന്. അപ്പൊ ഞാന് സിംഗപ്പൂർ എന്ന് വെച്ചാൽ നമ്മളെ വലിയ ട്രെയിനിങ് സെന്റർ ആണ്. നമുക്ക് വലിയ എക്സ്പെൻസ് എല്ലാ മാസം വരുന്നത്. കാരണം ഒരു മാസമൊക്കെ നമ്മൾ പൂട്ടിയിടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലേക്കുള്ള റെന്റ് നമ്മൾ പേ ചെയ്യണം. ഈ നമ്മളെ സിംഗപ്പൂരിലെ ജിടെക് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരു ഹോങ്കോങ്കാരന്റെ ബിൽഡിംഗ് ആണ്. അങ്ങനെ ആദ്യത്തെ മാസം നമ്മൾ പൂട്ടിയിട്ടു. അതായത് ജനുവരി മാസത്തിൽ ഓൾമോസ്റ്റ് ഒരു 20-25 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ഗവൺമെന്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, നമ്മൾ ക്ലോസ് ചെയ്തു. ഈ ക്ലോസ് ചെയ്തിട്ട് ബിൽഡിംഗ് ഓണർ യാതൊരു തരത്തിലുള്ള വാടക റെഡ്യൂസ് ചെയ്യാനോ ഒന്നും തയ്യാറല്ല. അപ്പൊ നമുക്ക് എന്ത് വേണം, നമ്മള് ഇങ്ങനെ പൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10-20 ലക്ഷം റുപ്യ വാടകയും നമുക്ക് സാലറീസ് ഒക്കെ വരും. 20 lakhs മേലെ വരും അവിടുത്തെ മിനിമം എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സ്പെൻസ് നമുക്ക് വെറുതെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഔട്ട് വിത്ത് മൈ ടെക്നിക്കൽ ടീം. വി സ്റ്റാർട്ടഡ് ഹൗ ഈ ഒരു നമ്മൾ കൊടുക്കുന്ന കോഴ്സുകളൊക്കെ എങ്ങനെ നമുക്ക് ഓൺലൈനിലേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിലേക്കുള്ള ചിന്തകൾ കൊണ്ടുവന്നു. അങ്ങനെ ഓൺലൈൻ നമ്മളെ GVU ജിടെക് വെർച്വൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കിയിട്ട് അതെന്ന് വെച്ചാൽ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ്. കാരണം കോവിഡ് ആണ്, നമ്മളെ സ്ഥാപനം പൂട്ടിയിടണം എന്നുള്ളത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. അതിന്റെ മേലെ എന്താണ് ഒരു ആക്ഷൻ എന്നുള്ള രീതിയിലേക്ക് ഞാനൊരു പെട്ടെന്ന് തന്നെ ഒരു ക്വിക്ക് ആയിട്ടുള്ള രീതിയിലേക്ക് ഞാൻ അതിനെ അഡാപ്റ്റ് ചെയ്തു. ഞാൻ ഓൺലൈൻ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ത്യയിലേക്ക് കോവിഡ് വന്നു. ഇന്ത്യയിലുള്ള മുഴുവൻ മാർച്ച് 23 നമ്മളെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. എല്ലാവരും വീട്ടിനുള്ളിലായില്ലേ, നമ്മൾ ഇത്രയും സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ സിംഗപ്പൂരിലുള്ള അനുഭവം ഉള്ളത് കൊണ്ട് മാർച്ച് 23 പ്രൈം മിനിസ്റ്റർ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. മാർച്ച് 24 ഞാൻ ഓൾ ഇന്ത്യ മീറ്റിംഗ് നടത്തിയിട്ട് എല്ലാ ട്രെയിനിങ് സെന്ററിലുള്ള നമ്മളെ മുഴുവൻ കോഴ്സുകളും നമുക്ക് ഓൺലൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റി. ഇപ്പൊ കഴിഞ്ഞ ഏകദേശം 1.5 കൊല്ലമായി നമുക്ക് ഓൺലൈൻ കോഴ്സുകളിൽ ജോയിൻ ചെയ്ത കുട്ടികൾ മാത്രം 10,000 മേലെ ഓൺലൈൻ കോഴ്സുകൾ മാത്രമുണ്ട്. അതായത് പുതിയതായിട്ടുള്ള ഓൺലൈൻ സ്റ്റുഡൻസ് തന്നെ ഇറ്റ്സ് മോർ ദാൻ 10,000. ഇത് കൂടാതെ നമ്മൾ എല്ലാ സെന്ററുകളിലും 300, 400, 500 ഒക്കെ കുട്ടികൾ ഉണ്ടാവും.
ഇവരുടെ മുഴുവൻ ക്ലാസ്സുകളും നമ്മൾ ഓൺലൈനിലേക്ക് കൊണ്ടുവന്നു. ഓൺലൈനിലൂടെ, അതായത് ഒരു ദിവസം വരെ നമുക്ക് സ്റ്റുഡൻസിന് ഒരു ബ്രേക്ക് കൊടുക്കാതെ ഇമ്മീഡിയറ്റ്ലി ഓൺലൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റി. അപ്പൊ ഇതിന്റെ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യമാണ് ആക്സെപ്റ്റ് ആൻഡ് അഡാപ്റ്റ് ക്വിക്ക്. മനസ്സിലായില്ലേ? എന്ത് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വന്നാലും അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ നമുക്ക് എന്താണ് ഒരു സൊല്യൂഷൻ കാണേണ്ടത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ട് അതിനെ ക്വിക്ക് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. രണ്ടാമത്തത്, ബി ദ ട്രെൻഡ് സെറ്റർ. ട്രെൻഡ് വിൽ ഫൈൻഡ് ഇറ്റ്സ് വേ ബൈ ഇറ്റ്സ് ഓൺ. കാരണം നമുക്കറിയാം ഇപ്പൊ ഇന്നത്തെ കാലഘട്ടം ഓരോ ഏരിയയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നോവേഷനാണ്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളതായിട്ടുള്ള രീതിയിലേക്ക് ഇപ്പം SD കോളേജ് നിൽക്കുന്ന ആലപ്പുഴയിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഈ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് പോരായ്മകൾ അല്ലെങ്കിൽ കുറവുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യാം. വി ഹാവ് ടു കീപ് ഓൺ തിങ്കിങ് അവർ സെൽഫ്, വി ഹാവ് ടു പ്ലാൻ അവർ സെൽഫ്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം ഇങ്ങനെയുള്ള ഇന്നോവേഷനുള്ള ചിന്തകളിലേക്ക് ഒന്ന് മാറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിന്തകളൊക്കെ വരും. അപ്പം നമ്മൾ ട്രൈ ടു ബി ദ ട്രെൻഡ് സെറ്റർ. ഈ ട്രെൻഡ് എന്ന് പറയുന്ന സാധനമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്, നമ്മളെപ്പോലെയുള്ള മറ്റുള്ള ആൾക്കാർ ഉണ്ടാക്കുന്നതാണ് ട്രെൻഡ്. അപ്പൊ നമുക്ക് വി ക്യാൻ ഓൾസോ ബിക്കം എ ട്രെൻഡ് സെറ്റർ. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് സ്മോൾ. എന്റർപ്രണർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ചെറുതാണെങ്കിലും നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ്. ബട്ട് സ്റ്റാർട്ട്. പലരും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കിവിടെ സാധാരണ രീതിയിൽ ഇപ്പൊ ഒരു BCom പഠിക്കുന്ന നിങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് 2 ചോയ്സുകളായിരിക്കും ഉണ്ടാവുക. ഒന്ന് ഒരു ഗവൺമെന്റ് ജോബ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോബ്. രണ്ടാമത്തത് സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇത് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. കാരണം ഞാൻ മനസ്സിലാക്കി കൊടുത്തത് സൗത്ത് കേരളയിലുള്ള കൂടുതൽ ആൾക്കാരും ദേ ആർ ഓൾ മോർ ഇൻ ടു എന്തെങ്കിലും നല്ലൊരു ഗവൺമെന്റ് ജോലി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതേ സമയത്ത് തന്നെ ഇനിയിപ്പോ ഗവൺമെന്റ് ജോലി കുറെ PSC പരീക്ഷകളൊക്കെ എഴുതി കിട്ടാതിരിക്കുന്ന ആൾക്കാർ പൊതുവെ ഒരു പ്രൈവറ്റ് ജോലിക്ക് പോകും. അതിന്റെ ഇടയിൽ കൂടെ ഈ പരീക്ഷകളൊക്കെ എഴുതും, എന്നിട്ട് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് നമ്മളെ മുന്നിൽ. രണ്ടാമത്തത് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, പല തരത്തിലുള്ള. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഈവൻ ലേഡീസ് ആണെങ്കിലും ഇപ്പം ഈ വുമൺ എംപവർമെന്റിനൊക്കെ കാലഘട്ടമല്ലേ, അപ്പം ഒരുപാട് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എന്തായാലും നമ്മളെ ചിന്ത ഇവിടെ ചെയ്യാനുള്ളത് വേറെ ഒന്നുമല്ല, സ്റ്റാർട്ട് സ്മോൾ. ചെറുതാണെങ്കിലും എന്തെങ്കിലും ഒരു പുതിയ പരിപാടി തുടങ്ങുക. ബട്ട് സ്റ്റാർട്ട്, തുടങ്ങുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അത് നമ്മൾ വലുതായിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. എനിക്കിപ്പോ ഞാൻ പറഞ്ഞ ഒരു 25,000 സ്ക്വയർ ഫീറ്റിൽ അല്ലെങ്കിൽ 10,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഷോറൂം വേണം, അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ലെറ്റ് ഇറ്റ് ബി ഒരു 100 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 200 സ്ക്വയർ ഫീറ്റിൽ ചെറുതാണെങ്കിലും എന്തെങ്കിലും ഒന്ന് തുടങ്ങാനുള്ള പരിപാടികൾ നമ്മൾ നോക്കുക. ലെസൺ 4 എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേക്ക് റിസ്ക്. മനസ്സിലായില്ലേ? ഒരു എന്റർപ്രണർക്ക് ഏറ്റവും വേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുക എന്നുള്ളത്. അപ്പം നമ്മളിവിടെ എന്റർപ്രണർഷിപ്പ് ആണല്ലോ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള നമ്മളെ സബ്ജക്റ്റ്. ഒരു എന്റർപ്രണർ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ ശരിക്കും എന്താണ്? അതായത് മുമ്പിലുള്ള ചാലഞ്ചുകൾ എല്ലാം മുമ്പിൽ കണ്ടുകൊണ്ട് പല തരത്തിലുള്ള ചാലഞ്ചുകൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നേരത്തെ പിന്നെ വിനീത് പറഞ്ഞ പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഒരു സൈഡിൽ നിന്ന് പിന്നെ ഇൻകം ടാക്സ് റൈഡ് ഉണ്ടാവും, മറ്റേ സൈഡിൽ നിന്ന് GST-കാരെ ഇതുണ്ടാവും. ഇതെല്ലാം പല തരത്തിലുള്ള പ്രശ്നം. എല്ലാ ദിവസവും ഒരു 100 കണക്കിന് കേസുകൾ ഉണ്ടാവും നമുക്കിത് ഇങ്ങനെ അറ്റൻഡ് ചെയ്യാനുള്ള. അപ്പൊ അത് ഇപ്പം ചില സെന്റർ ഇപ്പൊ എന്നെ കാണുന്നുണ്ടെങ്കിൽ പല സ്ഥലത്തുനിന്നും ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പൊ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്ന് കുട്ടികൾ മെസ്സേജ് അയക്കും, സാറേ ആ ഒരു പിന്നെ തിരുവനന്തപുരത്തുള്ള എന്ന സെന്ററില് ഞാൻ പഠിക്കുന്ന കുട്ടിയാണ്, എനിക്ക് ഇതുവരെ ടാലിന്റെ ക്ലാസ് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല, അതിന്റെ ബുക്സ് കിട്ടിയിട്ടില്ല, പരീക്ഷ എഴുതാൻ കുറെ ഡിലേ ആവുന്ന, ഞാൻ 3 മാസത്തെ കോഴ്സിന് ജോയിൻ ചെയ്താണ്, ഇപ്പം 5.5 മാസമായി, ഇതുവരെ പരീക്ഷ നടത്തിയിട്ടില്ല, എനിക്ക് ക്ലാസ് എടുക്കുന്ന ആൾ എല്ലാ ദിവസവും വരുന്നില്ല, 2 ദിവസം അധികം ലീവ് എടുക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടികൾ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യും. അപ്പൊ ഇതൊക്കെ നമുക്ക്, ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഐ എം എ പാഷനേറ്റ് എഡ്യൂക്കേറ്റർ. അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വി ടേക്ക് ഇറ്റ് ആസ് എ ഞാനത് ആ കുട്ടികളായിട്ട് പേഴ്സണലായിട്ട് തന്നെ പറഞ്ഞിട്ട് അവർക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ ഒന്നും ചെയ്യാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഡിഗ്രി പഠിക്കാൻ വേണ്ടി പോയി, ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. ഇത് ഈ കുട്ടികളായിട്ടുള്ള ഇന്ററാക്ഷൻ അല്ലാതെ ലൈഫിൽ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയും സ്ഥലങ്ങൾ യാത്ര ചെയ്ത് പുതിയ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുക, അവിടെയുള്ള നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യുക, അവിടെയുള്ള ഗവൺമെന്റുമായിട്ടുള്ള
പലതരത്തിലുള്ള ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ചെയ്യുക എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനൊന്നും ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇനി എൻ്റെ ലൈഫിൽ ഞാൻ ശ്രമിക്കില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഐ എം എ പാഷനേറ്റ് എഡ്യൂക്കേറ്റർ. അതായത് വെറും പണം ഉണ്ടാക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് നമ്മളെ സ്ഥാപനങ്ങളിൽ വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് നമ്മളിലൂടെ നല്ലൊരു ജോലി കിട്ടണം, അത് കഴിഞ്ഞ് അവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ കുടുംബം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവമാണ്, നമ്മൾ എന്റർപ്രണർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് റിസ്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മൾ എടുക്കാൻ തയ്യാറാവണം. പലരും ഈ ഗവൺമെന്റ് ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ അവർക്ക് എന്താണെന്ന് വെച്ചാൽ 1-ാം തീയതി ആകുമ്പോൾ കൃത്യമായിട്ട് ആ ശമ്പളം കിട്ടും. അപ്പൊ റിസ്ക് എടുക്കാൻ അവർ പലരും തയ്യാറാവൂല. നേരെ മറിച്ച് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ ബീങ് എൻ എന്റർപ്രണർ, ഒരു എന്റർപ്രണർ അല്ലെങ്കിൽ സംരംഭകൻ എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും എന്താണ്, അതായത് നമ്മള് നഷ്ടം മുന്നിൽ കണ്ടുകൊണ്ട് റിസ്ക് എടുക്കാൻ തയ്യാറായി ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് സംരംഭകൻ എന്ന് പറയുന്നത്. അതാണ് ശരിക്കും അതിന്റെ അർത്ഥം. നമ്മൾ എപ്പോഴും റിസ്ക് അല്ലെങ്കിൽ ചാലഞ്ചസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസിനെ സംബന്ധിച്ചുള്ള അതിന്റെ ഒരു ഭാഗമാണ്. കാരണം ഫ്രീ ആയിട്ട് ഒരു സാധനം എവിടെ നിന്ന് ആർക്കും കിട്ടൂല. ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഒരു 100 കോടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള റിസ്ക് എടുക്കാൻ തയ്യാറാവണം, അല്ലാതെ വെറുതെ ആരും കൊണ്ടുവരില്ലല്ലോ. ഇപ്പൊ നമ്മളൊരു ജോലിക്കാരനായിട്ട് നമ്മൾ എല്ലാ മാസവും ശമ്പളം കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലൈഫ് ലോങ് ഒരു 25 കൊല്ലം കൊണ്ട് നമുക്ക് എത്ര രൂപ കിട്ടുക? ഒരു മാസം യു ടേക്സ് 30,000 സാലറി, അല്ലെങ്കിൽ ഒരു 40,000 50,000 1 ലക്ഷം സാലറി ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് എത്രയായി? 12 ലക്ഷം റുപ്യ ആയിരിക്കും നമുക്ക് സാലറി ആയിട്ട് ഒരു വർഷത്തേക്ക് കിട്ടുക. ബട്ട് വെൻ യു ബിക്കം എൻ എന്റർപ്രണർ, when you become, when you enter into business, ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് വേണമെങ്കിൽ ഈ 12 ലക്ഷം റുപ്യ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് ഒരു എന്റർപ്രണർ മറ്റതുമായിട്ടുള്ള വ്യത്യാസം. അപ്പൊ ഇതില് ടേക്ക് റിസ്ക്, ഏൺ റെസ്പെക്ട്, റവന്യൂ വിൽ ഫോളോ. റവന്യൂ വിൽ ഡെഫിനറ്റ്ലി ഫോളോ. ഇത് ഒരു എന്റർപ്രണർ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. 5-ാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്ക് ആസ് എ കസ്റ്റമർ. അതായത് നമ്മൾ എന്ത് തന്നെ ഒരു ഷോപ്പ് ആവട്ടെ, ഒരു ബിസിനസ് ആവട്ടെ, അത് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇടപാടുകൾ നടത്തല്ലോ. അപ്പൊ ഇടപാടുകൾ കിട്ടുന്ന ഒരാളെ ഭാഗത്തു നിന്നാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഞാനൊരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ആളാണ്, ഞാൻ ഒരിക്കലും എന്റെ ഭാഗത്തു നിന്നല്ല ചിന്തിക്കുക. ഞാൻ എന്താ ചിന്തിക്കാന്ന് പറയാം, ഇപ്പൊ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടില്, അതിപ്പോ കിളിമാനൂർ ആവട്ടെ, അപ്പൊ വിനീതിന്റെ സ്ഥാപനമായിരുന്നു കിളിമാനൂരില് ഒരു തിരുവനന്തപുരത്തുള്ള കിളിമാനൂർ ഞാൻ പറയണേ, കിളിമാനൂരുള്ള വിനീത് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ഒരു കുട്ടി പഠിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തൊക്കെ തരത്തിലുള്ള ബെനിഫിറ്റ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ആ കുട്ടിക്ക് നല്ല ക്ലാസ് കൊടുക്കണം, ആ കുട്ടിക്ക് നല്ല പ്രോപ്പർ ആയിട്ടുള്ള പരീക്ഷ നടത്തണം, ആ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കേഷൻ കൊടുക്കണം. അത് ഇറ്റ് ക്യാൻ ബി ഇപ്പൊ മൈക്രോസോഫ്റ്റിന്റെ സർട്ടിഫിക്കേഷൻ ആയിരിക്കാം ചിലപ്പം, അല്ലെങ്കിൽ SAPന്റെ സർട്ടിഫിക്കേഷൻ ആവാം, അല്ലെങ്കിൽ ടാലിന്റെ സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ സമയാസമയങ്ങളിൽ കിട്ടി ആ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് അയാൾക്ക് ഒരു ജോലി കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ എളുപ്പമല്ല. ഒരു സാധനം നമുക്ക് ഫ്രീ ആയിട്ട് എവിടെ നിന്ന് കിട്ടുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഒരു കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് മാത്രം നമ്മളുടെ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്ത് ബിസിനസ്സിലാണോ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ. അപ്പൊ ഒന്നും വേണ്ട, അപ്പൊ നല്ലൊരു ക്ലോത്തിങ്ങിന്റെ ഒരു ഷോറൂമാണ് നമ്മൾ തുടങ്ങുന്നത് വിചാരിക്കുക. ആ ക്ലോത്തിങ്ങിന്റെ ഷോറൂമിൽ ഒരു ക്ലോത്ത് എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെയാണ് അവർ ചിന്തിക്കുക? അവർക്ക് നല്ല മെറ്റീരിയൽ ആവണം അല്ലെ, ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് വാഷ് ചെയ്ത് പിറ്റേന്ന് ഇടാൻ പറ്റാത്ത കോലത്തിലാകുമ്പോൾ അവർ വാങ്ങുമോ? അപ്പൊ ആ ഒരു കസ്റ്റമർ ആംഗിൾ നമ്മൾ ചിന്തിക്കുക. ഇപ്പൊ ഒരു ഷർട്ട് നമുക്കൊരു 1,500 റുപ്യ ഒരു പാകുള്ള ഒരു ഇതാണ്. സാധാരണക്കാരൻ ഒരു മീഡിയം ആൾക്കാർക്കൊക്കെ ഒരു 1,000-1,500 രൂപന്റെ ഒരു ഷർട്ട് ആയിരിക്കും ഇടുന്നുണ്ടാവും. നേരെ മറിച്ച് നല്ല വലിയ ബ്രാൻഡുകൾ ഉണ്ട്. ഇപ്പൊ ബർബറി പോലുള്ള ബ്രാൻഡ് ഒരു ഷർട്ടിന് 40,000-50,000 റുപ്യൊക്കെ വരും. അങ്ങനത്തെ ഇതുണ്ട്. അപ്പൊ അത് ഏരിയക്കനുസരിച്ച് ഇതൊക്കെയാണ് നമ്മൾ പ്ലാനിങ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ അത് എന്താവട്ടെ, ബിസിനസ്സിലേക്ക് വരുന്ന സമയത്തുള്ള നമ്മളുടെ ചിന്തകൾ എപ്പോഴും ഒരു കസ്റ്റമറെ സൈഡിൽ നിന്നുള്ള രീതിയിലേക്ക് ആവണം. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാനെന്താ പറയുക, ഞാൻ പൊതുവെ ടോക്കറ്റീവ് പേഴ്സൺ. ഞാൻ സംസാരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ നീണ്ടു പോകും. അത് പിന്നെ നിങ്ങൾക്ക് ബോറടിക്കുന്ന രീതിയിലേക്ക് ആവാനും പാടില്ല. അപ്പോ എത്ര സമയം എനിക്ക് അലോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മളെ വിനീത് സാർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചോളാം. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇത്രയും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങളെയോടൊക്കെ സംസാരിക്കാനും അല്ലെങ്കിൽ സംവദിക്കാനൊക്കെ പറ്റിയതിൽ
എന്തായാലും നമ്മൾ SD കോളേജിനെ പറ്റി ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഇത് എല്ലാ കോളേജുകളും എനിക്കറിയാം, കേരളത്തിലുള്ള കാരണം എല്ലാ സ്ഥലങ്ങളിലും ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളായതുകൊണ്ട് തന്നെ പൊതുവെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പറ്റി എനിക്കറിയാം. SD കോളേജ് അതിലേറ്റവും ഞാൻ ഇന്ന് അറിഞ്ഞൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. 75 വർഷമായി. അതിന്റെ ഒരു വർഷം മുന്നേ ഈ കോളേജ് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു എന്നെ ശ്രവിച്ച ഇത്രയും നേരം എൻ്റെ കത്തി കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ജീവിതത്തിൽ എന്നും വിജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം എന്താ പറയുക, നമുക്ക് 2 കാറ്റഗറി ഓഫ് ആൾക്കാരാണല്ലോ നമുക്ക് നമ്മളെ മുന്നിൽ ഉണ്ടാവും. ഒന്ന് ലൈഫിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാർ, ഒന്ന് ലൈഫിൽ വിജയിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും കാരണം ഒരുവിധം എല്ലാവരും ശ്രമിക്കും, എല്ലാവരും വിജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിക്കുക. ഒരാളും രാവിലെ ഉറങ്ങി വരുന്ന സമയത്ത് ഞാൻ ഇനി എല്ലാം തല്ലിപ്പൊളി ആവട്ടെ എന്ന് വിചാരിക്കില്ലല്ലോ. അപ്പൊ എല്ലാവരും വിജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചിന്തിക്കുന്നുണ്ടാവുക. അപ്പൊ ആ രീതിയിൽ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, നല്ല ചിരിച്ചുകൊണ്ടുള്ള രീതിയിലേക്കുള്ള നിങ്ങളുടെ പെരുമാറ്റം, ഇതൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെടും. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന പരിപാടി മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ അത് ഈ ഒരുപാട് കുട്ടികളുടെ പ്രാർത്ഥന ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടുള്ള നല്ല നല്ല ആൾക്കാരുടെ സപ്പോർട്ടായിരിക്കാം. എന്നും സന്തോഷം മാത്രമേ എനിക്ക് വന്നിട്ടേ ഉള്ളൂ. ബൈ ദ ഗ്രേസ് ഓഫ് ഓൾമൈറ്റി ഞാൻ പറഞ്ഞ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് നന്ദി പറയുന്നുണ്ട്. നമ്മളെ കൂടെയുള്ള നല്ലൊരു ടീം. ഇപ്പൊ ഇന്ന് GTECന്റെ ഒരു വിജയം എന്ന് പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെയുള്ള ആൾക്കാരാണ്. ഞാൻ പറഞ്ഞ ഈ 1994 മുതൽ എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഇന്നും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഞാനൊരു മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ ചിലപ്പോൾ ഓഫീസിൽ പോവാതിരിക്കാറുണ്ട്. ഓഫീസിൽ പോകേണ്ട ആവശ്യം വരാറില്ല. കാരണം ആ ഒരു ലെവലിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തുന്ന നല്ല കുറെ ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട്. അത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു സ്ട്രെങ്ത്താണ്. ഈ കഴിഞ്ഞ 25 വർഷമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട്. അത് അവർക്കൊക്കെ തന്നെ ഞാൻ ഞാൻ എൻ്റെ ലൈഫിന്റെ വലിയൊരു എന്താ പറയാ കോൺട്രിബ്യൂഷൻ നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ ഒരു ഭാഗം ഞാൻ അവർക്ക് എന്നും കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ കുറെ സോഷ്യൽ ഇങ്ങനെ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇങ്ങനെ കുറെ വീടുണ്ടാക്കുന്ന പരിപാടികൾ, ഇതിലൊക്കെ വലിയ സന്തോഷം. അപ്പൊ നമുക്ക് വീട് നഷ്ടപ്പെട്ട ഒരാൾക്ക്, ഇപ്പൊ നമുക്കറിയാലോ കഴിഞ്ഞ പ്രളയത്തിലൊക്കെ വയനാട്ടിൽ ഒരുപാട് ആൾക്കാരുടെ വീടുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലുള്ള ആ ഒരു റീബിൽഡ് പ്രോസസ്സിലൊക്കെ ഞാൻ ഒരു വലിയ പാർട്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവും. മറ്റുള്ളവര് ഇപ്പം ദുഃഖിക്കുന്ന ആൾക്കാരിലേക്ക് നമുക്കൊരു സന്തോഷം കൊണ്ടുവരാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ അതിനേക്കാളും വലിയൊരു സർവീസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, അല്ലേ? ഒരു കരയുന്ന ഒരാൾക്ക് ഒരു പുഞ്ചിരി അയാളുടെ മുഖത്തേക്ക് നമുക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതിന്റെ ഒക്കെ ഏറ്റവും വലിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും അവരുടെ പ്രാർത്ഥനകളാണ്. അപ്പൊ ആ രീതിയിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ദെൻ ഐ വാസ് പാർട്ട് ഓഫ് ഡെലിഗേഷൻ. അതായത് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പല രാജ്യങ്ങളിലേക്കും ഇങ്ങനെ ബിസിനസ് ഡെലിഗേഷൻ പോവാറുണ്ട്. കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് കോവിഡായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. But normally I used to go with President of India, Vice President of India, Prime Minister of India, being a part of the delegation team. ഞാൻ CIIന്റെ ചെയർമാൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഗവൺമെന്റും അതായത് പബ്ലിക് പ്രൈവറ്റ് തമ്മിലുള്ള വലിയൊരു കണക്ടിവിറ്റി ഉണ്ടാക്കുന്ന ഒരു സെക്ടറാണ് ഈ പറഞ്ഞ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പം ഇൻഡസ്ട്രിയും ഗവൺമെന്റും തമ്മിൽ ഉള്ള ഒരുപാട് കണക്ടിവിറ്റിക്ക് ആക്കുന്ന ഏറ്റവും ഇന്ത്യയിലെ വലിയൊരു ഓർഗനൈസേഷനാണ് CII, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നമ്മള് പ്രസിഡന്റിന്റെ കൂടെയും വൈസ് പ്രസിഡന്റിന്റെ കൂടെയൊക്കെ ഡെലിഗേഷന് പോകാൻ പറ്റാറുണ്ട്. പല രാജ്യങ്ങളിലും പോയിട്ട് അവിടെയുള്ള ബിസിനസ് ഇങ്ങോട്ട് കൊണ്ടുവരാനും നമ്മൾ ഇവിടെയുള്ള ബിസിനസ് അങ്ങോട്ട് കൊണ്ടുപോകാനൊക്കെ തന്നെ ഒരുപാട് ഡെലിഗേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാൻ ഇങ്ങും പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാനേമല്ല കോഴിക്കോട് കിണാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് 100 കുട്ടികൾ SSLC എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 കുട്ടികൾ മാത്രം പാസ്സാവുന്ന പക്ക മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അപ്പൊ നമ്മൾ എവിടെ പഠിച്ചു എന്നുള്ളതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. നമുക്ക് നമ്മളതായിട്ടുള്ള കാഴ്ചപ്പാടുകളും നമ്മളതായിട്ടുള്ള വിഷനും നമ്മളതായിട്ടുള്ള പ്ലാനിങ്ങും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ റീച്ച് എനിവേർ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ കണ്ടിട്ടുള്ള ഒരു ഫോട്ടോ, അതെന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം. കാരണം സെർബിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ കൊട്ടാരത്തിൽ, അവിടുത്തെ പാലസിൽ ഈ പറഞ്ഞ രീതിയിൽ പ്രസിഡന്റിന്റെ ഒരു സൈഡിൽ അവിടുത്തെ രാജ്യത്തിന്റെ പ്രസിഡന്റും ഒരു സൈഡില് നമ്മളെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു നടുക്കിലിരുന്നിട്ട് അതിന്റെ ആ ഒരു
വലിയൊരു മീറ്റിംഗ് ആണ്. ഒരുപാട് മിനിസ്റ്റേഴ്സും അങ്ങനെയൊക്കെയുള്ള മീറ്റിംഗിൽ പ്രിസൈഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളുടെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ ഇത്രയും ആൾക്കാരുടെ പ്രാർത്ഥനകളും ഒക്കെ തന്നെ കൂടെ ഉള്ളതും കൂടെ വലിയൊരു സപ്പോർട്ടാണ്. അപ്പോൾ ഇനി കൂടുതലൊന്നും സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദിസ് വണ്ടർഫുൾ opportunity to interact with all of you. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരെയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ കൊമേഴ്സിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ലോകം വാഴുന്ന ആൾക്കാരാണ്. അപ്പൊ ഒരുപാട്, കാരണം എന്താണ് വലിയ സ്ഥാപനങ്ങള് കമ്പനികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കൂടെ അതിൻ്റെ ഒക്കെ തലപ്പത്ത് ഇരിക്കേണ്ട ആൾക്കാർ ആ ഫൈനാൻസ് ടീമാണ്. ഇപ്പൊ എൻ്റെ ഏറ്റവും പുതിയൊരു ഇനീഷ്യേറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഐ ആം പ്ലാനിങ് ടു ടേക്ക് ഓവർ എ കമ്പനി ഇൻ മുംബൈ വിച്ച് ഇസ് ലിസ്റ്റഡ് NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനീനെ നമ്മൾ ജിടെക് ടേക്ക് ഓവർ ചെയ്യാനുള്ള ഡിസ്കഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി അടുത്തൊരു 5-6 മാസത്തിനുള്ളിൽ ജിടെക് വിൽ ബി ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ നെറ്റ്വർക്ക് ഇൻ സൗത്ത് ഇന്ത്യ ടു ബി ലിസ്റ്റഡ് ഓൺ ദ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് ജിടെക് മാറ്റാനുള്ള പരിപാടിയിലാണ്. അതിന്റെ ഡിസ്കഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രോബ്ലി ദിസ് വിൽ ഹാപ്പൻ ഫ്രം പ്രോബ്ലി നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ്, സെപ്റ്റംബർ ഓൺവേർഡ്സ് നമ്മൾ ആ ബോംബെയിലുള്ള കമ്പനി ടേക്ക് ഓവർ ചെയ്യാനും നമ്മൾ ആ ജിടെക് എന്നുള്ള പേരിലേക്ക് റീനെയിം ചെയ്യാനും NSE ലിസ്റ്റ് ചെയ്യാനും അത് പബ്ലിക്കിനുള്ള രീതിയിലേക്ക് ഷെയർ, ഒരു പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട്, പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഈ വർഷം 2021 തന്നെ മാറണം എന്നുള്ള ഉദ്ദേശത്തിലുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എല്ലാവിധ പ്രാർത്ഥനകളും സപ്പോർട്ടും ഒക്കെ അതിനുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. താങ്ക് യു സർ. നമ്മുടെ കുട്ടികൾ കുറച്ചൊന്ന് ഇൻട്രസ്റ്റ്, കുറച്ച് സമയം കൂടെ കുട്ടികൾക്ക് വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യണം. കുട്ടികൾക്കുള്ള സന്തോഷമല്ലോ. ഓക്കെ, താങ്ക് യു സർ. കൃഷ്ണകൃപ ഒന്ന്. ഒത്തിരി സ്നേഹം സാർ. ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആണ്. ചോദ്യങ്ങൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്തോ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തോ ചോദിക്കാവുന്നതാണ്. ഒരു മെസ്സേജ് ഞാൻ കണ്ടു, ക്യാൻ യു സജസ്റ്റ് സം എന്നുള്ള. ഇപ്പൊ എന്താണെന്നറിയോ, ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ഈ ടെക്നോളജി വലിയൊരു ഇൻഫ്ലുവൻസ് നമ്മളിലൊക്കെ, അതായത് നമ്മളെ പബ്ലിക്കിൽ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും പത്രത്തിൽ കാണാറുണ്ട് ഒരുപാട് പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ 1 മില്യൺ 2 മില്യൺ ഒക്കെ പുറത്തുനിന്ന് വന്ന് ഇൻവെസ്റ്റ് ചെയ്ത്. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പരിപാടികൾ നമ്മൾ ഇപ്പൊ ചെയ്താലും അത് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഈ പിന്നെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ക്ലാസ്സുകളെല്ലാം ഓൺലൈൻ ആയില്ലേ. എനിക്ക് തോന്നുന്നു ആലപ്പുഴയിലുള്ള ഒരു കമ്പനിയാണ്, ചേർത്തലുള്ള ഒരു കമ്പനിയാണ് അതിനിപ്പോ നമ്മളെ സൂം പോലെ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോം ഒക്കെ ഉണ്ടാക്കി എന്നാൽ ഭയങ്കരമായിട്ടുള്ള ഒരു ശ്രദ്ധ നേടിയിട്ടുണ്ട്. അപ്പൊ എനിത്തിങ് റിലേറ്റഡ് വിത്ത് ടെക്നോളജി ചെറിയ രീതിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ 100% അത് നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. കാരണം ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടെക്നോളജി ഡ്രിവൺ ആണ്. ഇപ്പൊ നമുക്കറിയാലോ, ഇന്ന് പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇപ്പൊ AI വെച്ചിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പൊ ഈ കോവിഡിന്റെ ഇപ്പം ഓരോ ഏരിയയിലും ഇപ്പം എത്ര കോവിഡ് പേഷ്യൻസ് ഉണ്ട്, ആരൊക്കെ പിന്നെ എന്താ പറയാ പിന്നെ വാക്സിൻ എടുത്തിട്ടുണ്ട്, ഇനി എത്ര പേര് വാക്സിൻ എടുക്കാനുണ്ട്, ഇതെല്ലാം നമ്മളെ എല്ലാം ഫിംഗർ ടിപ്സിലല്ലേ ഇപ്പോൾ ഉള്ളത്. എത്ര എളുപ്പത്തിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള ഓരോരുത്തരും കോപ്പിങ് യുവർ മോഡൽ ആൻഡ് സ്റ്റാർട്ടിങ് യെസ് അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ഇപ്പൊ നമ്മള് ജിടെക് തുടങ്ങിയ സമയത്ത് തന്നെ ജിന്റെ കൂടെ തൊട്ട സൈഡിൽ ഒരു ഐ ഇട്ടിട്ട് ഒരു സ്ഥാപനമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പീപ്പിൾ വിൽ സ്റ്റാർട്ട് ഡ്യൂപ്ലിക്കേറ്റിംഗ് യു, അതേപോലുള്ള അതൊക്കെ ചെയ്യും. അതൊക്കെ പിന്നെ ഞാനൊന്നും അതിനൊന്നും അഗേൻസ്റ്റ് ആയിട്ടൊന്നും ചെയ്യാറില്ല. ഇപ്പൊ ജി കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഐ അത് കാണുകയില്ല. അത് എനിക്ക് തോന്നുന്നു ഒരു 6-7 കൊല്ലം മുന്നേ അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരു 4-5 സെന്ററുകളൊക്കെ ഇവിടെ മലബാർ റീജിയനിലൊക്കെ വന്നു. പിന്നെ അതങ്ങോട്ട് നിന്നുപോയി ജിന്റെ കൂടെ ഒരു ഐ വെച്ചിട്ട്. അപ്പോ അവിടേക്കൊക്കെ ഫോൺ ചെയ്യുന്ന സമയത്ത് അവർ ജിടെക് തന്നെ പറയാം, കാരണം GI ഉണ്ടല്ലോ. അപ്പൊ GI വെച്ചിട്ട് ജിടെക് തന്നെയാണ് സ്പെല്ല് ഒക്കെ ചെയ്യുക. അപ്പൊ നമ്മളെ കുറെ കുട്ടികളൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് അങ്ങോട്ടൊക്കെ പോവും. പക്ഷെ അതൊന്നും അവർക്കൊന്നും ആ ഒരു എന്താ പറയാ
ലെവലിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല. എനിക്ക് കൊണ്ട് 2-3 കൊല്ലം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അതൊക്കെ ക്ലോസ് ചെയ്ത് പോയി. ഞാൻ പറയാം, നമ്മളുടെ ഒരു കോൺഫിഡൻറ്റോട് കൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാകാലം നമുക്ക് നിലനിൽപ്പുണ്ടാവും. നമ്മളെ നിലനിൽപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഷോർട്ട് ടേം ഒരു റവന്യൂക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ഇൻകത്തിന് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ലോങ് ലൈഫ് ഇല്ലാണ്ടിരിക്കുക. അപ്പൊ എപ്പോഴും ഇപ്പൊ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് നമ്മളെല്ലാ പ്ലാനുകളും ലോങ് റൺ പ്ലാനുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് പബ്ലിക് ഇഷ്യൂ ആയിട്ടുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആവണം, പബ്ലിക് ഇഷ്യൂലേക്ക് പോകണം. ഇപ്പൊ ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന നിങ്ങളിലൊക്കെ തന്നെ നാളെ ജിടെക്കിന്റെ ഷെയർ എത്തണം എന്നുള്ളതാണ് എന്റെ താല്പര്യം. അപ്പൊ വിനീത് ഒരു 100 ഷെയർ എടുക്കും, കൃഷ്ണകൃപ ഒരു 10 ഷെയർ എടുക്കും, ഇപ്പം മേരി സാൻഡി ഒരു 100 ഷെയർ എടുക്കും. ഇങ്ങനെയൊക്കെ ആയി വന്ന് ഇതൊരു പബ്ലിക്കിലേക്ക് ഒരു എത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അത് അടുത്തൊരു 2-3 ഇയേഴ്സിലേക്ക് ജിടെക്കിന്റെ മുഴുവൻ സ്ഥാപനങ്ങളും ഈ പബ്ലിക് ഇഷ്യൂ കമ്പനീന്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ട് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. കാരണം നമ്മൾ തന്നെ ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ് ചെയ്തു. നമ്മൾ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ എന്നുള്ളതിൽ നിന്ന് നമ്മൾ ജിടെക്കിന്റെ കോളേജുകൾ കുറെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 10-30ഓളം കോളേജുകളുണ്ട്. ഇപ്പൊ ഡിഗ്രി ബികോമും ഒക്കെ വെച്ചിട്ടുള്ള രീതിയിലേക്കുള്ള കോളേജുകളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ജെൻസ്മാർട്ട് അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടികൾക്കുള്ള ചെറിയ കുട്ടികൾ, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത് ഒക്കെ ഭയങ്കര ഇനി വരാൻ പോകുന്നതൊക്കെ പുതിയ ടൈപ്പ് ഓഫ് ജനറേഷൻ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കോഗ്നിറ്റീവ് ലേണിംഗ്, റോബോട്ടിക്സ്, 3D പ്രിന്റിങ്, ഡ്രോണ് പ്രോഗ്രാമിങ്, ഇപ്പൊ കാലം മാറിയില്ലേ. അപ്പൊ അതിനനുസരിച്ചുള്ള കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ ക്യാച്ച് ദം യങ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കോൺസെപ്റ്റില് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിവിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ജെൻസ്മാർട്ട് അക്കാഡമി എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഇപ്പൊ കേരളത്തിലുള്ള എല്ലാ ടൗണുകളിലും നമ്മളെ ജി സ്റ്റോറുകൾ വരുന്നുണ്ട്. ജി സ്റ്റോർ എന്ന് പറയുന്ന സമയത്ത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഒരു സ്റ്റോറിൽ വരുന്ന രീതിയിലേക്ക്. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് ഒരുപാട് പ്രൊജക്ടുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രൊജക്ടിനൊക്കെ വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള മെറ്റീരിയൽസ്, ഒരു 3D പ്രിന്റർ, ഒരു 3D പെന്ന്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ജി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള കുറെ സ്റ്റോറുകൾ കൊണ്ടുവരാനുള്ള പരിപാടി ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റി പഠിച്ച് അതിന്റെ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിനെ പറ്റി ചിന്തിച്ച് എന്താണ് അതിന്റെ പ്രോഫിറ്റബിലിറ്റി പാർട്ട്, അതൊക്കെ എന്താണ് ഒരു പ്രൊജക്ട് നമ്മൾ ചെയ്യാൻ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തെടുക്കാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിലൊന്നും ഉണ്ടാവുന്നതല്ല. കുറെ സമയങ്ങൾ അതിനു വേണ്ടി ചെലവഴിച്ച് അതിന്റെ പ്രൊഫഷണൽസിനെ അതിന്റെ കൺസൾട്ടൻസിനൊക്കെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, എനി ബിസിനസ് റിലേറ്റഡ് വിത്ത് ടെക്നോളജി വുഡ് ബി ഐഡിയൽ ഫോർ അറ്റ്ലീസ്റ്റ് അടുത്ത ഒരു 5-6 കൊല്ലത്തേക്ക് എന്തായാലും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ചാൻസസ് ഇനി ഉണ്ടാവുകയുള്ളൂ. ഈ ടെക്നോളജിയുള്ള വലിയൊരു അഡ്വാൻറ്റേജ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് ഇപ്പൊ ഈ ഓൺലൈൻ കോഴ്സുകൾ കൊണ്ടുവന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ആലപ്പുഴ ഉള്ള നമ്മളെ മാവേലിക്കര സെന്ററിൽ അമേരിക്കയിൽ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതങ്ങോട്ട് മാറി, മനസ്സിലായില്ലേ? ആ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്ന സമയത്ത് ആ ഒരു മാവേലിക്കര, ഹരിപ്പാട്, കായംകുളം അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും മാറി ആ സെന്ററിൽ വെച്ച് ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും UK ഒക്കെ ഉള്ളവരാണ്. ആ രീതിയിലേക്ക് അതിനൊരു ഒരു സൈസ് ശരിക്കും നമുക്ക് വലുതാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടെക്നോളജിയിലൂടെ പറ്റും. ഇപ്പൊ ഞാൻ ST കോളേജിൽ വന്നിട്ടില്ല, ഞാനിവിടെ കോഴിക്കോടുള്ള എൻ്റെ വീട്ടിലിരുന്നിട്ടാണ് ഇപ്പൊ നിങ്ങളായിട്ടൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ ടെക്നോളജിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് അതാണ്, ദർ ഇസ് നോ ബൗണ്ടറീസ്. ബൗണ്ടറി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, നമുക്കത് ആർക്കും ഏത് ലെവലിലും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ കൊമേഴ്സ് വിത്ത് ടെക്നോളജി എന്ന് പറയുന്നത് ഭയങ്കര ക്ലിക്കായിരിക്കും എന്തായാലും, കൊമേഴ്സ് വിത്ത് ടെക്നോളജി. അപ്പൊ ടെക്നോളജിയിലേക്ക് നിങ്ങളുടെ കുറച്ച് ഒരു സാന്നിധ്യമൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. അതിപ്പോ ഞാൻ ഇത് മാർക്കറ്റ് ചെയ്യാനൊന്നും വിചാരിക്കണ്ട കേട്ടോ, കാരണം ഇപ്പൊ ടെക്നോളജി പഠിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് വന്ന് പറഞ്ഞിട്ടുണ്ട് എന്നല്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണത്. ടെക്നോളജി പഠിച്ചാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ. ഞാൻ പണ്ട് കാലത്ത് 2001 ഈ ജിടെക് ആയിട്ട് ബ്രാൻഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഞാൻ എല്ലാ ജില്ലകളിലും പോയിട്ട് ക്യാമ്പയിൻ ചെയ്യും. അങ്ങനെ ഒരു ക്യാമ്പയിനിലാണ് ഞാൻ വിനീതിനൊക്കെ കണ്ടത്. ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പൊതുവെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2020 ആകുമ്പോഴത്തേക്ക് എനിബഡി ഹു ഡസന്റ് നോ വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ ഈസ് ഗോയിങ് ടു ബി ടേംഡ് ആസ് ഇല്ലിറ്ററേറ്റ്. നമ്മൾ നിരക്ഷരൻ എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലേക്ക് ആവുമെന്ന് പറയും. അപ്പൊ പലരും ഇവൻ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറയാണല്ലോ എന്ന് പറയും. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടം അതാണ്. 2020 ആകുമ്പോഴത്തേക്ക് നമ്മള് കമ്പ്യൂട്ടർ എന്താണ് എന്നറിയാത്ത അല്ലെങ്കിൽ ടെക്നോളജി എന്താണെന്ന് അറിയാത്ത ആള് നിരക്ഷരൻ എന്നാണ് പറയാ. അതായത് ഇപ്പോ
ഇതൊക്കെ അറിയാത്ത ആൾക്കാരാണല്ലോ നമ്മൾ നിരക്ഷരർ എന്ന് പറയാം. അതിനു വേണ്ടിയിട്ടാണ് കേരളത്തില് 10-20 കൊല്ലം മുമ്പേ സാക്ഷരതാ യജ്ഞമൊക്കെ നടത്തിയത്. ഇനിയിപ്പോ സാക്ഷരതാ യജ്ഞം ശരിക്കും വേണ്ടത് നമുക്ക് എന്തിനാണ്? ടെക്നോളജിക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ ഇന്നൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള സാധനം എന്താ? ഡിവൈസ് എന്താ? മൊബൈലാണ്. കുട്ടികൾ കരയുന്ന സമയത്ത് കൈ കൊടുക്കാൻ മൊബൈൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കരച്ചിൽ നിന്ന്. ചെറിയ കുട്ടികൾ തന്നെ കണ്ടില്ലേ നമ്മളെ സ്മാർട്ട് ഫോൺ ഒക്കെ നീക്കുന്ന രീതിയിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ടെക്നോളജി എൻഹാൻസ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഫൈനാൻസ് വിത്ത് ടെക്നോളജി, യു വിൽ ഹാവ് എ വണ്ടർഫുൾ റിസൾട്ട്. സാർ വളരെ വളരെ ഭംഗിയായിട്ട് സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് ആർക്കെങ്കിലും നേരിട്ട് ചോദിക്കാൻ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്തിട്ട്. ഹലോ സർ. യെസ് അർജുൻ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. സാർ, എനിക്കുള്ള ചോദ്യം എന്താ വെച്ചാല്, ഇപ്പം പുറത്ത് വർക്ക് ചെയ്യുന്നതാണോ അതോ കേരളയിൽ വർക്ക് ചെയ്യാനോ മോർ സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നുന്നത്? പുറത്ത് വർക്ക് ചെയ്യുന്നത് നല്ലതാണ് അർജുൻ. ഓൾവേസ് യു ഗെറ്റ് ഗുഡ് എക്സ്പോഷർ. നമ്മളെ എക്സ്പോഷർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് പുറത്ത് ശരിക്കും നന്നായിട്ട് കിട്ടും. പിന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പുറത്ത് കുറച്ചൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ നല്ലതാണ് നമുക്ക്. ഞാൻ പറഞ്ഞപ്പോ അർജുന് മൈറ്റ് ബി ബേസിക്കലി ഫ്രം ആലപ്പുഴ. അപ്പൊ ആലപ്പുഴ എന്ന് പറയുന്നതിന്ന് ഇപ്പം പിന്നെ അതിന്റെ ഒരു പുറത്തേക്ക് ഇറങ്ങുക, അത് എവിടെയും നല്ലതാണ്. ഞാൻ പറഞ്ഞപ്പോ അത് ഗൾഫ് ആവാം, അല്ലെങ്കിൽ ഇപ്പൊ യു ക്യാൻ മേക്ക് ഇറ്റ് US ആവാം, UK ആവാം, ഓസ്ട്രേലിയ ആവാം, ഒന്നും വേണ്ട. ഇപ്പൊ ഇന്ത്യയിലെ വലിയ സിറ്റീസ് ഇല്ല, ഇപ്പൊ ബോംബെ, ബാംഗ്ലൂര്, പിന്നെ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു 1 year ഒക്കെ നിൽക്കാൻ ഒരു അവസരമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ട്രൈ ദാറ്റ്. ചെയ്യണം എന്ന് തന്നെയാണ് പറയുക. യു ഗെറ്റ് വലിയ എക്സ്പോഷർ ആണ് കിട്ടുക. ഒരുപാട് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെ ലാംഗ്വേജ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ ബേസിക്കലി ഐ വാസ് എ പേഴ്സൺ ഹു ഹാവ് ഡൺ 10th class വരെ ഒരു 100% മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളാണ്. ബട്ട് വെൻ ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ആഫ്റ്റർ, ഇപ്പൊ ഞാൻ ചെന്നൈയിലുള്ള എൻ്റെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റാണ്. ബിക്കോസ് ചെന്നൈ ഗേവ് മീ ദ എക്സ്പോഷർ. ചെന്നൈ ആ ഒരു വലിയൊരു എക്സ്പോഷർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റി. അതോടൊപ്പം ഇംഗ്ലീഷ് മാത്രമല്ല, നമുക്ക് പിന്നെ എൻ്റെ റൂംമേറ്റ് ഒരു വർഷത്തോളം ഒരു സുഡാനി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് കുറെ ഡെവലപ്പായി. പിന്നെ മോസ്റ്റ് ഓഫ് മൈ ഫ്രണ്ട്സ് വേർ ഫ്രം ചെന്നൈ. അപ്പൊ അതുകൊണ്ട് തമിഴ് പഠിക്കാൻ വേണ്ടി പറ്റി. കുറച്ച് പേര് നമുക്ക് ഇവിടുന്ന് ഉണ്ടായിരുന്നു, എന്താണ് മംഗലാപുരത്ത് നിന്ന്, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദി കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റി. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചോളം മൈ ബിഗസ്റ്റ് അഡ്വാൻറ്റേജ് റൈറ്റ് നൗ വിൽ ബി ഇപ്പൊ എവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും. അത് ആ എക്സ്പോഷർ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണം. സോ ഐ സജസ്റ്റ് അർജുൻ, യു ക്യാൻ പ്ലാൻ മേ ബി ഔട്ട്സൈഡ് കേരള ഫസ്റ്റ്. കുറച്ച് സമയം ചെന്നൈയോ അല്ലെങ്കിൽ ബോംബെ ഒക്കെ നല്ല നമ്മളിവിടെയൊക്കെ പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ 2 തരത്തിലുള്ള ഇതുണ്ട്. ഇപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് പാരന്റ്സ് ഒക്കെ പറയും വലിയ സിറ്റീസിൽ പോയിട്ട് കുട്ടികൾ കേടുവന്നു പോകുന്നൊക്കെ പറയും. ഇവിടെയൊക്കെ നമുക്ക് സെൽഫ് ഡിസിപ്ലിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് നല്ല എക്സ്പോഷറിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റീസിലൊക്കെ കുറച്ച് സമയം വർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു പ്ലാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി വെച്ചാൽ നല്ലതാണ്. ഈ പ്ലാൻ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് പുറത്ത്, ഓസ്ട്രേലിയ ഒക്കെ നല്ല അടിപൊളി കൺട്രിയാണ്, മനസ്സിലായില്ലേ? അവിടെയൊക്കെ നമ്മൾ ഇപ്പൊ തന്നെ അതിനൊക്കെ ഒരു പ്ലാൻ ഒരു മനസ്സിലിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നല്ലതാണ്. ഇപ്പം എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ കുറച്ച് ഫൈനാൻസിലുള്ള നല്ല കോഴ്സുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ പോവാം. ഞാൻ പറഞ്ഞപ്പം ഇപ്പൊ MBA ഒക്കെ ചെയ്യാനോ അങ്ങനെയുള്ള ലെവലിലൊക്കെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. യു ഗെറ്റ് ഗുഡ് എക്സ്പോഷർ. ഈ എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ തന്നെ ഒരു സ്വന്തം ഒരു കോൺഫിഡൻസ് വരാനുണ്ട്, അല്ലേ? ഇപ്പൊ ചില ആൾക്കാർക്ക് ഒരു സ്റ്റേജിൽ കയറിയിട്ട് പ്രസംഗിക്കാനൊക്കെ ഉള്ള വലിയ പേടി ഉണ്ടാവും. ഈ പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു എക്സ്പോഷർ ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ വൺസ് യു ഗെറ്റ് ദ എക്സ്പോഷർ, പിന്നെ നമ്മൾ അടുത്തൊരു പ്ലാൻ എന്തായിരിക്കും അറിയാം, ഒരു മൈക്ക് കിട്ടിയാലോ എന്നായിരിക്കും ചിന്തിക്കുക. അപ്പൊ ഇതെപ്പോഴും പുറത്തു പോയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പോഷറിനുള്ള ചാൻസ് വളരെ വളരെ കൂടുതൽ. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ചോളം മൈ ടേണിംഗ് പോയിന്റ് മൈറ്റ് ബി മൈ എഡ്യൂക്കേഷൻ ഇൻ ചെന്നൈ. ആ ചെന്നൈയിൽ ഒരു 4 വർഷം പിന്നെ നമ്മളെ ആ ഒരു ഗ്രാജുവേഷനും IT ഒക്കെ പഠിച്ചതായിരിക്കാം നമ്മളുടെ ഒരു ടേണിംഗ് പോയിന്റ്. എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു 100 ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഒരു 1000 ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നതാണ്. ബിക്കോസ് നമുക്ക് ആ എക്സ്പോഷർ കിട്ടിയോടെ തന്നെ നമ്മൾ കോൺഫിഡന്റ് ആയി. ഇപ്പൊ എത്ര ആൾക്കാർ മുന്നിൽ എന്തെങ്കിലും അവരെ മുന്നിൽ പിന്നെ പാട്ട് പാടാൻ അറിയാത്ത ഞാൻ തന്നാലെ പാടിപ്പോവും.
മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ആണ്. നമ്മളെ ഈ തൊലിക്കെട്ടി എന്നൊക്കെ പറയില്ലേ, ആ തൊലിക്കെട്ടി ശരിക്കും പറയുന്നുണ്ടെങ്കിൽ എക്സ്പോഷറിലൂടെയാണ് നമുക്ക് കിട്ടുക. നല്ലതാണ് പുറത്തു പോകുന്ന അർജുൻ. താങ്ക് യു സർ. എന്റർപ്രണർ ആയതുകൊണ്ട് പിന്നെ നമുക്ക് എന്റർപ്രണർ ആവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതുകൊണ്ടാണ് വലിയ പ്രസംഗത്തിനേക്കാളും കൂടുതൽ ആദ്യമായിട്ട് ഒരു പാട്ട് പാടിയിട്ടുള്ളത്. കാരണം നമ്മൾ മൈൻഡ് ഫ്രീ ആയിട്ട് വെക്കുക എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. അപ്പം അതിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളതായിട്ടുള്ള രീതിയിൽ ഒരു ഫാമിലി ടൈമും ഫ്രണ്ട്സിന്റെ ടൈമും ഇതൊക്കെ നമ്മൾ അതിൽ കണ്ടെത്തണം. നമ്മൾ ഫുൾ ടൈം ഇപ്പം ബിസിനസ് ആണെന്ന് വിചാരിച്ചിട്ട് ചില ആൾക്കാരുണ്ട്, അതൊക്കെ എന്താണെന്ന് പറയുക കുറച്ച് കഴിഞ്ഞിട്ട് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് തീർന്നു പോകും. അങ്ങനെയൊന്നും ബിസിനസ് ചെയ്യുന്നതിലും ഒന്നും യാതൊരു അർത്ഥമില്ല. നമ്മളെപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ആൾക്കാരായിട്ടുള്ള ഒരു നമ്മളെ സാഹവർത്തിത്വം ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും അത് തന്നെയാണ്. നമ്മളെ PR ആണ്, നമ്മളെ പബ്ലിക് റിലേഷൻ ആണ്. നമുക്ക് പബ്ലിക് ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാനിവിടെ 2001 നമ്മൾ ലോഞ്ചിങ് നടത്തി കഴിഞ്ഞ് പിന്നെ നമ്മൾ ആരെടുത്തും അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ഇങ്ങനെ ജിടെക്കിന്റെ ഒരു സ്ഥാപനം നിങ്ങൾ ഇന്ന ടൗണിൽ തുടങ്ങണം എന്ന് പറയും, ഇതെല്ലാം ഇങ്ങോട്ട് വന്നതാണ്. ദാറ്റ് ഈസ് ബിക്കോസ് ആരെടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരൊക്കെ ഒരു നല്ല അഭിപ്രായമാണല്ലോ പറയാ. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നല്ല രീതിയിൽ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അടുത്തുള്ള അയൽവാസികളൊക്കെ പറയല്ലേ അയാൾ മഹാ തല്ലിപ്പൊളി, അയാളായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറയില്ലേ, അങ്ങനെ പൊതുവെ പറയും. അപ്പൊ എപ്പോഴും നമുക്ക് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ള നമ്മളെ ഫാമിലിയാണ്. കാരണം വീട്ടില് സമാധാനം ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെയും സമാധാനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മാക്സിമം ട്രൈ ടു എൻജോയ് മൈ ലൈഫ് വിത്ത് ഫാമിലി. എപ്പോഴും ഫാമിലിന്റെ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ കഴിഞ്ഞ 1.5 കൊല്ലമൊക്കെ എനിക്ക് ഭയങ്കര കിട്ടലാ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു പാൻഡമിക്, മറ്റത് നോർമലി ഐ യൂസ് ടു ട്രാവൽ എ ലോട്ട്. അപ്പൊ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ മാസത്തിലും ഒക്കെ തന്നെ ഒരുപാട് യാത്രകൾ ഉണ്ടാവും. അപ്പൊ ഈ യാത്രകളുടെ ഒക്കെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് മിസ്സിങ് വരെ നമ്മളെ ഫാമിലിയാണ്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കഴിഞ്ഞ 1.5 വർഷം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഓൺലൈനിലേക്ക് വന്നുകൊണ്ട് ശരിക്കും കുറെ സൗകര്യമായി. കാരണം ഇന്ന് ഞാൻ രാവിലെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11 മണിന്റെ മുമ്പേ പിന്നെ ഓഫീസിൽ പോയിട്ട് ഓഫീസിൽ നിന്ന് ലോഗിൻ ചെയ്യാന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇപ്പൊ കുറച്ച് 2-3 ദിവസമായിട്ട് ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരുവിധം എല്ലാം നമുക്ക് ഓൺലൈനിൽ ഇവിടെ നടക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ ചെക്ക് ഒപ്പിടാൻ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ, ഓഫീസിൽ പോകേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ അത്ര എളുപ്പമല്ല. ഇപ്പൊ എല്ലാ സംഭവങ്ങളും നമുക്ക് വാട്സപ്പും, എത്ര എളുപ്പത്തിലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. വളരെ ഈസി ആയില്ല, ലൈഫ് ഭയങ്കര ഈസി ആയി. അപ്പൊ ഇതിലൊക്കെ ഞാൻ പറഞ്ഞ ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫാമിലി ഞാൻ പറഞ്ഞ നമ്മുടെ വീട്ടിലെ സന്തോഷമാണ് നമ്മളെ സന്തോഷം എന്ന് പറയുന്നത്. കാരണം വീട്ടിൽ സന്തോഷം ഇല്ലെങ്കിൽ എവിടെയും ഒരു സന്തോഷം ഉണ്ടാവില്ല. പിന്നെ നല്ലൊരു ഫ്രണ്ട് സർക്കിള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു ബിസിനസ്മാൻ എന്ന് പറയുന്ന സമയത്ത്, അതിന്റെ സംരംഭകൻ എന്ന് പറയുന്ന സമയത്ത് റിസ്ക് ഒരു ഫാക്ടറാണ്. പല സമയത്ത് നമുക്ക് ടെൻഷൻ ആവേണ്ട സമയങ്ങളുണ്ടാവും, പലരും നമ്മളെ ഉപദ്രവിക്കും, ബുദ്ധിമുട്ടിക്കും. അപ്പൊ അവിടെയൊക്കെ നമ്മളിങ്ങനെ എണീച്ച് നിൽക്കുക എന്ന് പറയാൻ നമുക്ക് നല്ലൊരു സർക്കിൾ ഉണ്ടെങ്കിൽ നമ്മളൊരു അടി ഉണ്ടാക്കാൻ പോവാന്ന് വിചാരിക്കാം. നമ്മൾ ഒറ്റക്ക് അടി ഉണ്ടാക്കാൻ പോണതും നമ്മളെ കൂടെ ഒരു 10 ആളുണ്ടെങ്കിൽ നമുക്ക് കുറച്ച്, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണൂലേ, ഇപ്പൊ ഈ മാമുക്കോയ പിന്നെ അടി ഉണ്ടാക്കാനൊക്കെ പോണത്, കൂടെ ഒരു 10 ആളുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര അങ്ങനെ ഒരു നമ്മളൊരു ഫാമിലി സെറ്റപ്പും നമുക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് ശരിക്കും നമ്മളെ ബിസിനസ്സുകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ല ഫ്രണ്ട്ഷിപ്പ് എന്നും കീപ്പ് ചെയ്യണം. അപ്പൊ ഞാൻ സ്കൂളിൽ പഠിച്ച 10ാം ക്ലാസ്സിലുള്ള ഗ്രൂപ്പൊക്കെ ഇപ്പോഴുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയന്റെ ഒരു സമയമായതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ കീപ്പ് ചെയ്യണം കേട്ടോ. ഇപ്പൊ നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണ്, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മരണം വരെ നിങ്ങൾ അത് കീപ്പ് ചെയ്യണം. എന്നും എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ചർച്ചകൾ ഒക്കെ ഉണ്ടാവണം. ഇപ്പൊ ഞാൻ സ്കൂളിൽ പഠിച്ച 10ാം ക്ലാസ്സിൽ ഏതാണെന്ന് അറിയാം, 87 നമ്മൾ 87 ബാച്ചാണ്. SSLC അല്ല, SSC എല്ല് പോയ കൊല്ലാണ്. ഒരേ ഒരു കൊല്ലം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഒറ്റ വർഷമാണ് SSLC. നമ്മൾ SSLC എന്ന് പറയല്ലോ, ഞാൻ പഠിച്ച ആ വർഷം എല്ലില്ല, SSC ഉള്ളൂ. ആ എല്ലില്ലാത്ത ബാച്ചിലുള്ള ആളെ ഞാൻ ഇന്നും. നമുക്ക് ആ ഗ്രൂപ്പുകൾ എല്ലാം ഫ്രണ്ട്സ് എല്ലാവരും ഒന്നിച്ച് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ. ഇപ്പൊ നമ്മളെ ഒരു ഫ്രണ്ടിന് അവളെ ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പം വീട് ഇല്ലായിരുന്നു, പിന്നെ റെന്റഡ് ഹൗസിലായിരുന്നു. അപ്പൊ കഴിഞ്ഞ മാസം നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അവൾക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുത്തു. കാരണം നമ്മളെന്താ പറയുക, ഇങ്ങനെ നല്ല പ്രവർത്തനങ്ങളും ഈ ഫ്രണ്ട്ഷിപ്പിലൂടെ നമുക്ക് കൊണ്ടുപോകാലോ അല്ലേ. ഒരൊറ്റ മാസം, ഞാൻ 2 ആഴ്ചയിൽ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ എപ്പോഴും മറ്റുള്ളവരുടെ
മുഖത്ത് ഒരു പുഞ്ചിരി കൊണ്ടുവരുന്ന എന്ത് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഒരുപാട് ഗുണം നമുക്ക് അതുകൊണ്ട് ചെയ്യും. പല സ്ഥലത്തും നമ്മൾ രക്ഷപ്പെടും. നമ്മൾ വിചാരിക്കാതെ കുടുങ്ങുന്ന സ്ഥലത്തൊക്കെ നമ്മൾ രക്ഷപ്പെടും ആ പ്രാർത്ഥനകൾ. ഒന്നും വേണ്ടിട്ടോ, ഞാനിപ്പം എനിക്ക് കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് ബോംബെയിലായിരുന്നു. കാരണം ഈ നമ്മളെ ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആക്കാനുള്ള രീതിയിലേക്കുള്ള ചർച്ചകൾ കാര്യങ്ങളൊക്കെ ബോംബെയിലാണ്. അതിന്റെ നമ്മൾ ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്ന കമ്പനിയില്ല. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ അവിടെ ആയിരുന്നു. അങ്ങനെ ശനിയാഴ്ച ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് കോഴിക്കോട് അറിയാലോ, എയർപോർട്ട് ഒരു കുന്നിന്റെ മുകളിലാണ്. ശരിക്കും അതൊരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇതാണ്. അങ്ങനെ കഴിഞ്ഞ വർഷം അതേ ദിവസം, കഴിഞ്ഞ ശനിയാഴ്ചന്റെ ആ ഡേ, കഴിഞ്ഞ വർഷം അതേ ദിവസം അവിടെ ഒരു ഫ്ലൈറ്റ് വീണതാണ്. വീണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാൻഡ് ചെയ്യുന്ന കുറച്ച് മുന്നോട്ടായി പോയിട്ട് പുറത്തേക്ക് ചാടി ഇറങ്ങി കുറച്ച് ആൾക്കാരൊക്കെ മരിച്ചൊക്കെ ചെയ്തിരുന്ന അതിന്റെ ആനിവേഴ്സറി ഡേ ആണ്. അപ്പൊ ഞാൻ ബോംബെയിൽ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ എന്റെ കൂടെ ഓഡിറ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ അത് ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ കൊല്ലത്തെ അതേ ആനുവൽ ഡേ ആണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഫ്ലൈറ്റ് കയറി. ചെറിയ ഒരു ചാറൽ മഴ കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും എൻ്റെ ആ പേടി തീർന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റ് ഇതിൽ ഇങ്ങനെ ലാൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് നിന്ന് കുറച്ച് മുന്നോട്ടായിട്ട് ലാൻഡ് ചെയ്ത് കുറച്ചൊരു ഇതും നന്നിട്ടാണ് കേട്ടോ വീണത്. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ നെഞ്ചിന്റെ ഇവിടെ നിന്നാണ് ഇങ്ങനെ ഇടിക്കുക സാധനം. അങ്ങനെ ഇത് ഫസ്റ്റ് മുന്നില് വീല് അതിൽ കുത്തി, രണ്ടാമത്തെ വീല് കുത്തി, പെട്ടെന്ന് തന്നെ രണ്ടാമതും പൊന്തി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാള് ഈ ലാൻഡ് ചെയ്തത് കുറച്ച് മുന്നോട്ടായി പോയിന്ന ആ പൈലറ്റിന്റെ ഒരു സെക്കൻഡ് നേരത്തെ ആ മൈൻഡ് സെറ്റ് ആണ്. മനസ്സിലായില്ലേ? അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ ഇത് പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതും പൊന്തി. പിന്നെ ഒരു 10-20 മിനിറ്റ് റൗണ്ട് ഒക്കെ അടിച്ചിട്ടാണ്. അപ്പോ പൈലറ്റ് ഇങ്ങനെ പറയണ്ട, ഐ എം ട്രൈങ് ഫോർ എ സെക്കൻഡ് അറ്റംപ്റ്റ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതിന്റെ ഉള്ളിലിരിക്കുന്ന നമുക്ക് ഭയങ്കര പേടിയല്ലേ. എന്റെ അടുത്ത് സത്യം പറയട്ടെ, കോഴിക്കോട്ടെ വൺ ഓഫ് ദ ലീഡിങ് ഓഡിറ്റർ എന്റെ കൂടെ ഉള്ളത്. ഈസ് എ യങ്സ്റ്റർ. ഈസ് ദ ഓഡിറ്റർ ഫോർ മലബാർ ഗോൾഡിന്റെ ഗ്രൂപ്പിന്റെ ഒക്കെ പുള്ളിയാണ് ഓഡിറ്റർ. എന്റെ അടുത്ത സീറ്റിൽ പുള്ളിയാണുള്ളത്. പുള്ളിക്ക് ഭയങ്കരമായിട്ട് പേടിച്ചിട്ട്, ഈസ് എ യങ്സ്റ്റർ, ഒരു 10-40 വയസ്സൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഈ പേടിച്ചിട്ട് എന്റെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് ഇവ ശ്വാസം ഒന്നും കിട്ടുന്നില്ല. എന്നിട്ട് ഞാനിങ്ങനെ അടിച്ചു കൊടുക്കായിരുന്നു. ഈ 15 മിനിറ്റ് രണ്ടാമത് മുകളിലേക്ക് പൊന്തിയില്ലേ, ആ 15 മിനിറ്റ് ഞാൻ ഇവിടുന്ന് എനിക്ക് സംശയം ഇവരത് നിന്നുപോന്നൊക്കെ ഉള്ളത്. അപ്പൊ ഈ ഒരു രീതിയിലേക്ക് ഒക്കെ ഉള്ള ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ വരുന്ന സമയത്ത് അപ്പൊ ഒക്കെ നമുക്ക് ഹെൽപ്പ് എന്താണെന്നറിയോ, ഈ ചെയ്ത നല്ല പ്രവർത്തനങ്ങളാണ്. സോ ഐ സജസ്റ്റ് നിങ്ങളെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, നിങ്ങൾ ഫൈനൽ ഇയേഴ്സ് ആയിരിക്കണം, ഈ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. പ്രത്യേകിച്ച് നമ്മളെ കൃഷ്ണൻ സാറെ ഇവിടെ കാണുന്നുണ്ട്. ഇവരൊക്കെ നമ്മളെ ഗുരുവാണ്. ഇപ്പൊ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറാണ് കോഴിക്കോട് മേയർ. ആ ടീച്ചർക്കൊക്കെ എന്തൊരു സന്തോഷമാണ്. ടീച്ചർ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും എന്നെ വിളിക്കും. ഇപ്പൊ ഇന്നലെ രാത്രി ഉണ്ട് ഏതൊരു ഹോസ്പിറ്റലില് ഒരു ഗീസർ, അവർക്ക് ചുടുവെള്ളമില്ല, ഒരു ഗീസർ മോനെ നീ എങ്ങനെങ്കിലും ഒന്ന് അവിടെ എത്തിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങളൊക്കെ കൂട്ടായിട്ട് നമുക്ക് ഏത് വർഷം ഒരു 10 വർഷം കഴിഞ്ഞാലും നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റണം. അതേപോലെ നമ്മളുടെ അമ്മമാര് അല്ലെങ്കിൽ നമ്മളെ അച്ഛന്മാര്, ഇവർക്കൊക്കെ ഉള്ള റെസ്പെക്ട് നമ്മൾ കൊടുക്കുക. ടീച്ചേഴ്സ്, ഞാൻ എന്നും പറയും, ടീച്ചേഴ്സ് നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ ഗുരു ഗോവിന്ദ് ധാവു ഖഡെ കാക്കേ ലാഗു പാവ് എന്നാണ്. അതായത് അച്ഛനും പിന്നെ അധ്യാപകനും ദൈവം മുന്നിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരുടെ കാലിലാണ് ആദ്യം വീഴുക എന്ന് ചോദിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കബീർദാസ് പറഞ്ഞ പ്രകാരം നമ്മൾ ദൈവത്തിനേക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ അധ്യാപകർക്കാണ്. അധ്യാപകനാണ് ദൈവം ഉണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ ടീച്ചേഴ്സിനൊക്കെ ഉള്ള എന്നും അവർക്കുള്ള റെസ്പെക്ട് നമ്മൾ കൊടുക്കണം. അമ്മമാർക്കുള്ള റെസ്പെക്ട് നമ്മൾ എന്നും കൊടുക്കണം. അതൊക്കെ നിർബന്ധമാണ്. ഉമ്മയെന്ന ജന്മം പാരിൽ സ്നേഹത്തിൻ പാട്ട് കേട്ടിട്ടുണ്ടോ? അതുപോലെ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് നമ്മൾ എന്നും കൊടുത്തുകൊണ്ടേയിരിക്കണം. അതേപോലെ നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതെന്നും നിലനിർത്തണം. നല്ല രീതിയിലേക്ക് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പൊ നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടാവും, വീടില്ലാത്തവരുണ്ടാവും. നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് അതിനുള്ള ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങൾ എടുത്തു നോക്ക്, തന്നാലും അത് റിസൾട്ടിലേക്ക് വരും. ഇപ്പൊ ഒരു 6 മാസം മുന്നേ എൻ്റെ കൂടെ ഫറൂഖ് കോളേജിൽ പഠിച്ച പ്രീ ഡിഗ്രിക്ക് പഠിച്ച ഒരു പയ്യൻ പെട്ടെന്ന് കോവിഡ് വന്നിട്ട്, നമ്മൾ അതേ സെയിം ബാച്ചാണ്, പെട്ടെന്ന് മരിച്ചുപോയി. അവന് 2 മക്കളായിരുന്നു, അവർക്ക് വീടില്ലായിരുന്നു, ഇതേപോലെ റെന്റഡ് വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇപ്പൊ ആ വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞ് നാളെ ഓഗസ്റ്റ് 15 ആ വീട് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാ. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ അതിനുവേണ്ടി സെലക്ട് ചെയ്തതാണ്. ഞാൻ തന്നെ അത് ഇനീഷ്യേറ്റീവ് എടുത്ത്, നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിസൾട്ടിലേക്ക് വരും. കാരണം നമ്മളെ ഉദ്ദേശം നല്ലതാണെങ്കിൽ
എപ്പോഴും നമുക്ക് നല്ല റിസൾട്ട് എന്നും ഉണ്ടാവും. അപ്പൊ എല്ലാവരും പിന്നെ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ ഈ ഒരു കോളേജ് സമയത്ത് ഉണ്ടാവുന്ന ഫ്രണ്ട്ഷിപ്പ്, ഇത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഫ്രണ്ട്ഷിപ്പാണിത്. നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, ആ ഒരു രീതിയിലേക്ക് നല്ല ഒരു ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാവിധ ആശംസകളും. സാറെ, ഞാൻ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. ഒരിക്കലും ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചോളം സാറ് പറഞ്ഞത് ഞങ്ങളുടെ ഒരു പ്രവർത്തനത്തിലുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുകയായിരുന്നു. നമ്മുടെ ഇന്റൻഷൻസ് നല്ലതാണെങ്കിൽ ഔട്ട്പുട്ട് തീർച്ചയായിട്ടും നല്ലതാകും എന്നുള്ള രീതി അതേ ഇന്റൻഷനോടെയാണ് വിനീത് സാറ്. ഞാന് എന്റെ ഉമ്മ അവിടെ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മള് എല്ലാവരും തന്നെ മാക്സിമം സമയം അവരുടെ കൂടെ ഇങ്ങനെ നിൽക്കാനും ഇരിക്കാനൊക്കെ വേണ്ടി എപ്പോഴും ശ്രമിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ പലർക്കും ഇപ്പൊ നമുക്ക് പുതിയ ജനറേഷനിൽ ഇല്ലാതെ പോകുന്ന ഒരു സാധനം ഞാൻ കണ്ടത് ആ ഒരു റെസ്പെക്റ്റ് ആണ്. അതൊക്കെ ശരിക്കും ഉണ്ടാവണം. കാരണം നമ്മൾക്ക് അവരെ നഷ്ടപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ അവര് നമ്മളിൽ നിന്ന് ഇല്ലാതായി പോകുന്ന സമയത്താണ് അതിന്റെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാവും. അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിലെ എനിക്ക് ഒരേ ഒരു വേദന മാത്രമേ ഉള്ളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, when I was 9 I lost my father. മനസ്സിലായില്ലേ? എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഒരേ ഒരു വേദന എന്ന് പറയുന്നത് അത് മാത്രമാണ്. വേറെ ദൈവ വേദനകളൊന്നും തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ, പക്ഷെ എന്നും നമുക്കൊരു നമ്മളെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഫാദർ അല്ല അവരെ അച്ഛനൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു അന്നേരം ഭയങ്കര വിഷമം വരും. മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മളുടെ പാരന്റ്സ് പറയുന്നതും നമ്മളെ ടീച്ചേഴ്സ് പറയുന്നതും ഒക്കെ ഈ ഒരു ഏജിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്താണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യണം. കാരണം നമുക്ക് കിട്ടുന്ന അവരുടെ ആ ഒരു പ്രാർത്ഥനയും അല്ലെങ്കിൽ അവരുടെ ഒരു സംരക്ഷണമൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഇല്ലാതാവുന്ന ഒരു സമയത്താണ് നമ്മൾ ശരിക്കും അതിന്റെ ഒരു പ്രയാസവും കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. എന്തായാലും ഞാൻ തീർച്ചയായിട്ടും ആലപ്പുഴ എനിക്കൊന്ന് വരേണ്ടതുണ്ട്. ശരിക്കും ഞാൻ ഇങ്ങനെ വരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. നമ്മളുടെ ഒരാൾ ഇതേപോലെ ഒരു ആലപ്പുഴ മാന്നാറുള്ള നമ്മളൊരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 1 month ആയി ഏകദേശം. അപ്പൊ അദ്ദേഹത്തിന് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു വീടൊക്കെ ഒന്ന് ടേക്ക് ഓവർ ചെയ്യാനൊക്കെ ഉള്ള പരിപാടി, അദ്ദേഹത്തിന്റെ പാരന്റ്സിനൊക്കെ ഒന്ന് കാണുന്നുണ്ട്. കുറച്ച് പ്രായമുള്ള ആൾക്കാരാന്ന് കേട്ടു. അപ്പൊ അവരൊന്ന് പോയി കണ്ട് ആ വീടൊക്കെ ഒന്ന് നന്നാക്കി കൊടുക്കാനും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഉള്ള ഒരു പരിപാടിയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ആലപ്പുഴക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. എന്തായാലും എല്ലാം മംഗളമായിട്ട് വരട്ടെ. വളരെ സന്തോഷം. ആലപ്പുഴയ്ക്ക് ഇനി വരുമ്പോൾ തീർച്ചയായിട്ടും SD കോളേജിലേക്കും കൂടെ വരണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. തീർച്ചയായിട്ടും സന്തോഷമേ ഉള്ളൂ. നല്ലൊരു മനുഷ്യ സ്നേഹിയെ ഇന്ന് ഞങ്ങളുടെ കുട്ടികൾക്കെല്ലാം കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം. ഒരു ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്നുള്ളതിനപ്പുറം എങ്ങനെ നല്ലൊരു വ്യക്തിയാകണം, നല്ലൊരു മനുഷ്യനാകണം എന്നുള്ളകൂടെ സാറിന്റെ ഈ ടോക്കിലൂടെ കുട്ടികൾക്ക് കേൾക്കാൻ സാധിച്ചു. വളരെ നന്ദി. SD കോളേജ് മാനേജ്മെന്റിന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും പേരിലുള്ള നന്ദി സാറിനോട് പ്രത്യേകം രേഖപ്പെടുത്തുന്നു. കൃഷ്ണകൃപ ഈ ചടങ്ങിന് ഔദ്യോഗികമായി നന്ദി പറയുന്നതിനായി MCOM വിദ്യാർത്ഥിനി രശ്മിതയെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. സനാതന ധർമ്മ കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സെലിബ്രേഷന്റെ ഭാഗമായി 75 സംരംഭകരുമായി സംവദിക്കാൻ അവസരം ഒരുക്കുന്ന മീറ്റ് ദ ഓൺട്രപ്രണർ പ്രോഗ്രാം എന്ന ചടങ്ങിൽ നന്ദി പറയുകയാണ് എന്റെ കർത്തവ്യം. മെഹ്റൂഫ് മെലനോഡി സാറിനോടാണ് ആദ്യം തന്നെ നന്ദി പറയേണ്ടത്. ഈ തിരക്കുകൾക്കിടയിൽ പോലും നമ്മളോടൊപ്പം സമയം ചിലവഴിക്കാനെത്തിയ മെഹ്റൂഫ് സാറിന് എന്റെയും കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു സംരംഭകനായി മുന്നിട്ടിറങ്ങുമ്പോഴോ ഉണ്ടാകുന്ന സ്ട്രഗിൾ എങ്ങനെയൊക്കെ നേരിടണമെന്നും സാറിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായിരുന്നു. സാറിന്റെ ഓരോ വാക്കുകളും ഞങ്ങൾക്ക് വളരെയധികം പ്രചോദനമായിരുന്നു. അടുത്തതായി നന്ദി പറയേണ്ടത് സമയത്തിന്റെയും സാഹചര്യത്തിന്റെയും ഒക്കെ പരിമിതികൾക്കുള്ളിൽ പോലും ഞങ്ങൾക്ക് വേണ്ടി ഇത്തരം ഒരു സെക്ഷൻ അറേഞ്ച് ചെയ്തു തന്ന നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ടീച്ചേഴ്സിനോടും HOD കൃഷ്ണൻ സാറിനോടുമാണ്. സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അത്രത്തോളം പ്രചോദനമായിരുന്നു ഞങ്ങൾക്ക് ഓരോ വെബിനാർ സീരീസും. ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ അധ്യാപകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഡിപ്പാർട്ട്മെന്റിൽ എന്ത് പരിപാടികൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ അകമണഞ്ഞ് പിന്തുണയ്ക്കുന്ന SD കോളേജ് മാനേജ്മെന്റിനോടും പ്രിൻസിപ്പാളിനോടും എന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇനി നന്ദി അറിയിക്കാനുള്ളത് എല്ലാ പരിപാടികളും ആകാംക്ഷയോടെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന വിദ്യാർത്ഥികളോടാണ്.
ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ യൂട്യൂബ് ലൈവിലൂടെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റു വിശിഷ്ട വ്യക്തികൾക്കും എന്റെയും എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച മറ്റെല്ലാ വ്യക്തികൾക്കും നന്ദി അറിയിക്കുന്നു. നന്ദി. സാറേ താങ്ക് യു. Yeah, thank you very much, Vineet. Thank you so much. ഒരുപാട് എനിക്ക് സാറിനെ നന്നായിട്ട് അറിയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കുട്ടികളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാണ്. സാറ് ഉഷാറാണ്. ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഒരു മാറ്റമില്ല. ഞങ്ങളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തണേക്കാൾ അപ്പുറമായിട്ട് ഞങ്ങളുടെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തി. കുട്ടികളെല്ലാം നല്ല റെസ്പോൺസാണ് തന്നുകൊണ്ടിരിക്കണേ. ഒരുപാട് സന്തോഷം. സാറിന്റെ തിരക്കിട്ട സമയത്തിൽ ഞങ്ങളുടെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട്. സാറ് സംസാരിക്കും, നമുക്ക് കുറച്ച് ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ST കോളേജ് അസോസിയേഷൻ നമുക്ക് കുറച്ചുകൂടെ ബലപ്പെടുത്താം. സാർ വരണം ഞങ്ങളുടെ കോളേജിൽ ആലപ്പുഴ വരുമ്പോഴും. എന്തെങ്കിലും ഒരു ടൈപ്പോ അസോസിയേഷനോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് റെഡിയാക്കാം. ഞങ്ങൾ റെഡിയാണ് എന്നുള്ളതാണ്. സാർ സംസാരിക്കും. സാർ സംസാരിക്കും. അത് നമ്മൾക്ക് ഇപ്പൊ ഫൈനാൻസിലെ പ്രത്യേകിച്ച് BCom MCom കുട്ടികൾക്കൊക്കെ ശരിക്ക് ഇപ്പൊ ഒരു കോർപ്പറേറ്റ് സെഗ്മെന്റ് ആയിരിക്കും എന്നും അവരുടെ ടാർഗറ്റ്. കാരണം നമുക്ക് ഒരു ലോ ലെവലില് ഒരുപാട് സ്ഥാപനങ്ങളിൽ നമുക്ക് ഏത് സമയത്തും നമുക്ക് ഒരു ജോലി കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിലുള്ള ഒരു ചെറിയ ഫൈൻ ട്യൂണിങ് ഒക്കെ അവർക്കുണ്ടെങ്കിൽ കുറച്ച് നന്നാവും. അത് നിങ്ങൾ മാനേജ്മെന്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കണക്കായിട്ടുള്ള രീതിയിലേക്കുള്ള കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ വേണമെങ്കിൽ. കാരണം പിന്നെ നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഹിസ്റ്ററി ഉള്ള ഒരു കോളേജ് അല്ലേ, നിങ്ങൾക്ക് തന്നെ അത് അവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ദ സ്റ്റുഡൻസ് ഓൾസോ വിൽ ഗെറ്റ് ബെനിഫിറ്റഡ്. കാരണം അവര് കോളേജ് ഡിഗ്രി കഴിയുന്നപ്പം MCom ഒക്കെ കഴിയുന്ന MComന്റെ കൂടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഒക്കെ ഒന്ന് ബണ്ടിൽ ചെയ്ത് കൊടുത്താൽ അവർക്ക് നേരെ ഒരു ജോബിന് പോകാൻ വേണ്ടി പറ്റും. യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് ഒരു ഫിനിഷിംഗ് സ്കൂളിലേക്ക് നിങ്ങൾക്ക് കോളേജിന് തന്നെ അതിനുള്ള ഒരു ഏർപ്പാടൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും. പ്ലസ് യു ക്യാൻ ഹാവ് എ ജോബ്. നമ്മൾ ചെയ്യാറുണ്ടല്ലോ, വിനീതിന് അറിയാലോ, നമുക്ക് ജോബ് ഫെയർ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്താം. ഒരുപാട് കുട്ടികളെ നമുക്ക് അവര് ഡിഗ്രി കഴിയുന്നതോടൊപ്പം തന്നെ അവർക്ക് നേരെ ഒരു നല്ല സ്ഥാപനത്തിൽ, നല്ലൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലേക്ക് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ. കാരണം എന്താ പറയുക, വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ നമ്മളെ കേരളത്തിലുള്ള ഫൈനാൻസുകാരെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നമ്മൾ വേറെ രാജ്യത്തൊക്കെ പോകുന്ന, ഇപ്പൊ പ്രത്യേകിച്ച് സിംഗപ്പൂർ ഒരു മലേഷ്യ അല്ലെങ്കിൽ ഇപ്പൊ US അല്ലെങ്കിൽ പോകുന്ന സമയത്ത് കേരളത്തിലുള്ള ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർക്കറിയാം, കാരണം കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനും. ഇപ്പൊ നമുക്ക് തന്നെ അറിയാലോ, ഇപ്പൊ ഒരുവിധം വലിയ, ഇപ്പൊ നമ്മൾ ദുബായിൽ പോയിട്ട് ഒരുവിധം എല്ലാ കമ്പനികളുടെ ഒരു CFO പോസ്റ്റിലിരിക്കുന്നു നമ്മൾ മലയാളികളായിരിക്കും. വലിയൊരു ചാൻസ് അവിടെ ഉണ്ട് ശരിക്കും. ഇപ്പം ഈ കൊമേഴ്സ് ലീഡ്സ് ദ വേൾഡ് എന്നാണ് ഇപ്പൊ പറയാ. ശരി, കൊമേഴ്സുകാരുടെ കയ്യിലാണ് ശരിക്കും ലോകമുള്ളത്. അപ്പൊ അത് ഏതൊരു സ്ഥാപനത്തിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് പൊസിഷൻ എന്ന് പറയുന്നത് ആ CFO ആണ്. ഫൈനാൻസ് ഓഫീസറാണ് ഏറ്റവും വലിയ മെയിൻ ആയിട്ടുള്ള ആള്. കാരണം ആ ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് ആ കമ്പനീന്റെ വളർച്ചയും തളർച്ചയും ഒക്കെ ഉണ്ടാവുക. അപ്പൊ നല്ലൊരു രീതിയിലേക്ക് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പൊ MCom ഉള്ളവരെ കാണുന്നുണ്ടെങ്കിൽ നേരെ MCom കഴിഞ്ഞ ഉടനെ തന്നെ ഒരു നല്ലൊരു കോർപ്പറേറ്റ് കമ്പനിയിലേക്ക് പോകുന്ന രീതിയിലേക്കുള്ള ഒരു ബണ്ടിൽഡ് പ്രോഗ്രാം നിങ്ങൾ MComൽ വെച്ചാൽ മതി. പിന്നെ അവര് വേറെ പഠിക്കാനോ ഒന്നും പോകണ്ട, നേരെ നല്ലൊരു കമ്പനിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റും. കാരണം ഇപ്പൊ നല്ല ശരിക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് കോർപ്പറേറ്റ്സിൽ. ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു താഴേക്കിടയിലുള്ള കമ്പനിക്ക് പകരം ഒരു കോർപ്പറേറ്റ് സെഗ്മെന്റിലേക്ക് നമ്മളുടെ കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രമിക്കുക. ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തന്നെ എത്രയോ വേക്കൻസീസ് ഉള്ളതെന്ന് പറയോ. നമുക്ക് ഏകദേശം 900ഓളം കമ്പനികളായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട് GTechന്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അതേപോലെ തന്നെ യു ക്യാൻ ഹാവ് ഐ എം ഷുവർ യു മൈറ്റ് ബി ഹാവിങ് എ പ്ലേസ്മെന്റ് വിങ് ഒക്കെ ഉണ്ടാവും. ആ പ്ലേസ്മെന്റ് വിങ്ങിനെ ഒന്ന് സ്ട്രോങ് ആക്കി കുറച്ചധികം കോർപ്പറേറ്റ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് പിന്നെ ഇമ്മീഡിയറ്റ്ലി ഒരു ജോബ് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അതിനേക്കാളും വലുത് വേറെ ഒന്നുമില്ല. ഏറ്റവും ബെസ്റ്റ് അതാണ്. തീർച്ചയായിട്ടും സാറേ, നമുക്കത് തീർച്ചയായിട്ടും ഞങ്ങൾ ആലോചിച്ചിട്ട് സാറിന്റെ അടുത്തോട്ട് റെസ്പോണ്ട് ചെയ്യാം. വളരെ സന്തോഷം, പ്രത്യേകം നന്ദി. വിനീതിനും പ്രത്യേകം നന്ദി. വിനീത് സാറിനുമായിട്ട് കണക്ട് ചെയ്ത് ഈ സീരീസിലേക്ക് കൊണ്ടുവന്നില്ല. സ്വന്തം ആളാണ്. അത്രയും ഒരു ഡയറക്ടർ എന്നുള്ളതിലുപരി നമ്മളൊരു ബ്രദറിനെ പോലെ ചേർത്ത് നിർത്തുന്ന ആളാണ്. ഉറപ്പായിട്ട് ഇപ്പൊ വിനീത് പറഞ്ഞതാണ് പോയിന്റ്. അതായത് ഞാനൊക്കെ എന്നും പുലർത്തുന്നതാണ്, നമ്മളായിട്ടുള്ള സബോർഡിനേറ്റ്സിനൊക്കെ ഞാൻ എപ്പോഴും നമ്മളെ ഒരു ഫാമിലിയിലുള്ള ഒരാളായിട്ട്